فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ ദുരന്തങ്ങളെ തൊട്ടും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ വിശദീകരിച്ചു വരുന്നത് സൂറത്തു തഹ്രീമാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിന്റെ അവസാനത്തെ ആയത്താണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസത്തിന് രണ്ട് സ്ത്രീകളെയും അതുപോലെ സത്യനിഷേധത്തിന് രണ്ട് സ്ത്രീകളെയും അല്ലാഹു തആല ഉദാഹരണമായി എടുത്തു കാണിക്കുന്നതാണ് ഈ സൂറത്തിന്റെ അവസാന ഭാഗം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർ രണ്ടുപേരും പ്രവാചകന്മാരായിട്ടും അവരുടെ രണ്ടുപേരുടെയും ഭാര്യമാര് അള്ളാഹുവിന്റെ തൗഹീദ് ഏകത്വം അംഗീകരിക്കാൻ തയ്യാറാവാതെ സത്യനിഷേധത്തിൽ തന്നെ ഉറച്ചു നിന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. എന്നാൽ അതേ സമയത്ത് സത്യവിശ്വാസത്തിന് അല്ലാഹു തആല രണ്ടുപേരെ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നുണ്ട്. ഒന്ന് ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയെയും രണ്ട് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവായ മറിയം ബീവിയെയും. ഇതിൽ ആസിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ഈ സൂറത്തിലെ അവസാനത്തെ ആയത്ത് മറിയം എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ മഹത്വം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന സുപ്രധാനമായ ഒരു വചനമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومريم ابنة عمران التي أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ومريم ابنة عمران. ഇമ്രാന്റെ മകൾ മറിയം ബീവിയെയും സത്യവിശ്വാസത്തിന് ഒരു ഉദാഹരണമായി അല്ലാഹു എടുത്തു കാണിക്കുന്നു. ഇമ്രാന്റെ മകൾ മറിയം. എന്താണ് ആ പെണ്ണിന്റെ പ്രത്യേകത? അല്ലതീ അഹ്സനത് ഫർജഹ. അവർ അവരുടെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുന്നവരായിരുന്നു. ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ. നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഓതി. അതുകൊണ്ട് വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബി. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ രക്ഷിതാവിന്റെ വചനങ്ങളെയും വേദങ്ങളെയും വിശ്വസിച്ചു. വകാനത് മിനൽ ഖാനിതീൻ. മറിയം റളിയല്ലാഹു തആല അൻഹ ഭക്തിയുള്ളവരിൽപ്പെട്ടവരായിരുന്നു. ആയത്ത് വളരെ ചെറുതാണെങ്കിലും അള്ളാഹു പറയുന്ന വലിയ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്.
ലോകത്ത് ഒരുപാട് സത്യവിശ്വാസികളുണ്ട്. എന്നാൽ ആ സത്യവിശ്വാസികൾക്ക് മുഴുവനും മാതൃകയായി ഏത് ഘട്ടത്തിലും ഒരു മനുഷ്യന്റെ വിശ്വാസം, അനുബന്ധമായ സൽപ്രവർത്തനങ്ങൾ, അതിൽ വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എങ്ങനെയാകണം എന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്നത് ഒരു പെണ്ണിനെയാണ്. ഇസ്ലാമിലെ പെണ്ണിനുള്ള ഒരു സ്ഥാനം കൂടി ഈ ഒറ്റ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറിയം റളിയല്ലാഹു തആല അൻഹയാണ് അല്ലാഹു തആല അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. ഇവിടെ കൂടുതലൊന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ഈ വിഷയം ആലു ഇമ്രാൻ സൂറത്തിൽ, അതുപോലെ തന്നെ മറിയം ബീവിയുടെ പേരിലുള്ള മറിയം സൂറത്തിലൊക്കെ ഇത് സംബന്ധമായിട്ട് പറയുന്നു. ആരാണ് യഥാർത്ഥത്തിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ? ഇത് സംബന്ധമായിട്ട് അല്ലാഹു തആല ആലു ഇമ്രാൻ സൂറത്തിൽ പറയുന്നത് ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാൻ അലൽ ആലമീൻ. അല്ലാഹു ആലു ഇമ്രാൻ സൂറത്തിൽ പറയാം, മറിയം ബീവിയുടെ പിതാവാണ് ഇമ്രാൻ. അദ്ദേഹത്തിന്റെ പേരിൽ ഇമ്രാന്റെ കുടുംബം ആലു ഇമ്രാൻ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ അത്യാവശ്യം വലിയൊരു സൂറത്ത്, 200ഓളം വചനങ്ങളുള്ള പ്രധാനപ്പെട്ട സൂറത്ത്. അതിൽ അല്ലാഹു പറയാം, ഇന്നല്ലാഹ അസ്തഫാ ആദം. തീർച്ചയായിട്ടും അല്ലാഹു ആദം നബിയെ തെരഞ്ഞെടുത്തു. വനൂഹ, നൂഹ് നബിയെ, വആല ഇബ്രാഹീമ വആല ഇമ്രാൻ, ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളെയും ഇമ്രാന്റെ സന്താനങ്ങളെയും, അലൽ ആലമീൻ, ലോകരെക്കാൾ, ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് ലോകത്തുള്ള ഇതര ആളുകളെക്കാൾ അള്ളാഹു അവർക്ക് സ്ഥാനം നൽകിയിരുന്നു. ആലു ഇമ്രാൻ സൂറത്തിൽ അള്ളാഹു 33-ാമത്തെ വചനത്തിൽ പറയുന്ന വആല ഇമ്രാൻ, അതാണ് ഇന്ന് മറിയം ബീവിയോട് ബന്ധപ്പെട്ട വിഷയം. ഇമ്രാൻ എന്ന് പറയുന്നത് ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ഒക്കെ സന്താന പരമ്പരയിൽ വരുന്ന ഒരു നല്ല മനുഷ്യനാണ് ഇമ്രാൻ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഹന്ന. നമ്മൾ കുട്ടികൾക്ക് പേരിടാറ്. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ, അത് ഇമ്രാൻ എന്നവരുടെ ഭാര്യയാണ്. അവർക്ക് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ഹന്നത്ത് ബീവി ഒരിക്കൽ, വാർദ്ധക്യ സഹജമായ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരിക്കൽ ഒരു മരത്തിന്റെ തണലിൽ അവര് വിശ്രമിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു തള്ളപ്പക്ഷി അതിന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഹന്നത്ത് ബീവി ഈ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് കണ്ടു. തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിന് അതിന്റെ കൊക്കിൽ ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഇന്ന് നമുക്ക് നോക്കിയാൽ ആ അത്ഭുതം കാണാൻ സാധിക്കും. ഈ അങ്ങാടി കാക്കകളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പക്ഷികൾ നമ്മൾ വല്ല ബിസ്ക്കറ്റോ മറ്റോ അവർക്ക് ഇട്ടുകൊടുത്താൽ അതിസൂക്ഷ്മമായ നിരീക്ഷണം നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യം ഒരു ബിസ്ക്കറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ബിസ്ക്കറ്റ് ചിലപ്പോൾ അവർ കൊണ്ടുപോയിട്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് കൊണ്ടുവരും. ആ ഏരിയ അവർ ഒരിക്കലും മറക്കുന്നില്ല. പിന്നീട് ഭക്ഷണം കഴിക്കാനും അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ അതിനുള്ള വിവേകം, അതിനുള്ള കഴിവ് അള്ളാഹു അവർക്ക് നൽകുക. ഇന്ന് നമ്മൾ കാണാൻ കഴിയുന്ന കാര്യം പക്ഷികളിൽ നിന്ന്. ഹന്നത്ത് റളിയല്ലാഹു അൻഹ കാണുന്നത് ഒരു തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിന് അതിന്റെ കൊക്കിൽ ഭക്ഷണം കൊടുക്കുന്നത്. പാവം. ആ സ്പോട്ടിൽ വെച്ചിട്ട് ഹന്നത്ത് ബീവി അള്ളാഹുവോട് ദുആ ചെയ്തു, കാരുണ്യവാനായ അള്ളാഹുവോട്, ഒരു കുട്ടിയില്ലാതെ താൻ വിഷമിക്കുകയാണ്. തനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ ആ പക്ഷി ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്റെ കുഞ്ഞിനും തനിക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു. അങ്ങനെ അവർ വല്ലാതെ ആഗ്രഹിച്ചു. ആ ദുആ അല്ലാഹ് സ്വീകരിച്ചു. അങ്ങനെ ഇമ്രാൻ എന്നവരിൽ നിന്ന് ഹന്നത്ത് ബീവി ഗർഭം ധരിച്ചു. അങ്ങനെ ഒരു കുട്ടി തന്റെ വയറ്റിൽ വളർന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ ഇമ്രാൻ എന്നവർ ഈ ലോകത്തോട് വട പറയുകയും ചെയ്തു. അങ്ങനെ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ തന്റെ വയറ്റിൽ ഒരു കുട്ടി വളർന്നു വരുന്നുണ്ട്. അതൊരു ആൺകുട്ടിയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ആ കാലഘട്ടത്തിലൊക്കെ, പൗരാണിക കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഭവനങ്ങളെ, അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളെ, അതിനൊക്കെ പരിപാലിക്കാൻ വേണ്ടി ആൺകുട്ടികളെ ഒഴിഞ്ഞു വെക്കാറുണ്ട്.
മാതാപിതാക്കൾ ആൺകുട്ടികൾ അതിനാണ് വിട്ടുകൊടുക്കും, പള്ളിയുടെ പരിപാലനത്തിന് അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ നേർച്ചാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ഭാവിയിൽ ആ കുട്ടിയുടെ പണി എന്താണ്? ആ പള്ളി പരിപാലിക്കലും കാര്യങ്ങളായിരിക്കും. ഒരുപാട് കാത്തിരുന്ന് അവസാനം തനിക്കൊരു കുട്ടി ഉണ്ടാവാണ്, അത് ആൺകുട്ടിയായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്ത്, ഞാൻ ഈ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന്, അതിന്റെ ശുശ്രൂഷക്ക്, അതിനു വേണ്ടിയിട്ട് ഞാൻ ഒഴിഞ്ഞു വെക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു തആല ആലി ഇമ്രാൻ സൂറത്തിൽ മറിയം ബീവിയുടെ ജന്നാണ് നമ്മൾ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. الله سبحانه وتعالى പറയുന്നു, ഇത് ഖാലത് ഇംറഅതു ഇമ്രാൻ, ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം അള്ളാഹു കഥ പറഞ്ഞു തരാം. ഇമ്രാന്റെ പത്നി പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അതായത് ഹന്നത്ത് ബീവി പറഞ്ഞു, എന്താ പറഞ്ഞത്? റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. നാദാ, തീർച്ചയായിട്ടും എന്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. എന്തിന്? ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. മുഹറർ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും മോചനം നേടി ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി ആണ് ഒഴിഞ്ഞു വെക്കുക. എന്നിട്ട് അവർ ദുആ ചെയ്യാണ്, ഫതഖബ്ബൽ മിന്നീ, അല്ലാഹുവേ എന്നിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ. വളരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇന്നക അൻതസ് സമീഉൽ അലീം. നാദാ, നീ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. എന്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ ഇതാ ഇങ്ങനെ ഒഴിഞ്ഞു വെക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. ആകെ ഉണ്ടാകാൻ പോകുന്ന ഈ കുട്ടി ഒരു ആൺകുട്ടിയായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ നേർച്ചയാക്കിയത്. അങ്ങനെ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല. ആൺകുട്ടിയായിരിക്കുന്നു പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ നേർച്ചയാക്കിയത്. പെൺകുട്ടിയാകുമ്പോൾ ഒരുപാട് തടസ്സമുണ്ടാവും. ഈ സമയത്ത് അവർ തന്റെ ദയനീയ അവസ്ഥ അള്ളാഹുവോട് പറഞ്ഞതാണ് പിന്നീട് അള്ളാഹു ധരിക്കുന്നത്. ഫലമ്മാ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസാ. അള്ളാഹു ആ കഥ പറഞ്ഞു തരുന്നു. ഫലമ്മാ വളഅത്ഹാ, അള്ളാഹു പറയുന്നു ഫലമ്മാ വളഅത്ഹാ. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ പ്രസവം പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഖാലത്, ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ. നാദാ, തീർച്ചയായിട്ടും ഞാനൊരു പെൺകുട്ടിക്കാണ് ജന്മം നൽകിയിരിക്കുന്നത്. ആ കഥ പറയുമ്പോൾ അതിന്റെ ഇടയിൽ അള്ളാഹു പറയുന്ന എന്താ അറിയോ? വല്ലാഹു അഅലമു ബിമാ വളഅത്. അവർ പ്രസവിച്ചത് അള്ളാഹു കൃത്യമായി അറിയുന്നവരാ. മറിയം ബീവി പറയേണ്ട ആവശ്യമില്ല, ഹന്നത്ത് ബീവി പറയേണ്ട ആവശ്യമില്ല. ഒരു പെൺകുട്ടിക്കാണ് ജന്മം നൽകിയത്, അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് ആ കഥ പറയുമ്പോൾ അതിന്റെ ഇടയിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. ഏതൊരു കുട്ടിക്കാണ് ജന്മം നൽകിയത് അള്ളാഹു കൃത്യമായിട്ടറിയും. വലൈസൽ ദക്കറു കൽ ഉൻസാ. പുരുഷൻ ഒരു സ്ത്രീയെ പോലെയല്ല. ഈ വിഷയവും ആർക്കറിയാം? അള്ളാഹു എനിക്കറിയാം. അതായത് സ്ത്രീയും പുരുഷനും പരസ്പരം വലിയ അന്തരമുണ്ട്. ഇത് ചില ആളുകൾ സമ്മതിക്കാൻ തയ്യാറാവില്ല. ചില ആളുകൾ, ചില സംഘടനക്കാരൊക്കെ വാദിക്കും ആണും പെണ്ണും ഒരുപോലെയാണ്. എന്നാ പിന്നെ ആണ് പെണ്ണ് അങ്ങനെ പറയേണ്ടില്ലായിരുന്നു. രണ്ടു കൂട്ടർക്കും കൂടി ഒരു പേര് പറഞ്ഞാൽ മതി. നമ്മൾ ഇന്നാള് പറഞ്ഞില്ലേ അല്ലേ? ആണിന്റെ ആയും പെണ്ണിന്റെ പേയും എടുത്തിട്ട് ആപ്പ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഓട്ടോറിക്ഷക്കൊക്കെ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ആണ് പെണ്ണ് എന്ന വേർതിരിവ് വന്നത് തന്നെ യഥാർത്ഥത്തിൽ ഏതിലാ വ്യത്യാസമില്ലാത്തത്? ലിംഗത്തിൽ വ്യത്യാസമുണ്ട്, കായബലത്തിൽ വ്യത്യാസമുണ്ട്, മനോബലത്തിൽ വ്യത്യാസമുണ്ട്, എല്ലാ മേഖലയിലും വ്യത്യാസമുണ്ട്. ഇതില്ല എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കൂല.
വ്യത്യാസമില്ലായിരുന്നുവെങ്കിൽ പഞ്ചായത്തിന്റെ മുകളിൽ ഭരിക്കുന്നവരൊക്കെ പകുതിയെങ്കിലും സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. അതൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാൻ ചില പരിമിതികൾ ഉണ്ടാവും. അള്ളാഹു പറഞ്ഞതാണ് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത്. പുരുഷൻ സ്ത്രീയെ പോലെയല്ല എന്ന് അള്ളാഹുവിനിക്കറിയാം. ഈ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുപാട് പ്രയാസം. അതുകൊണ്ടുള്ള ചില ആളുകളൊക്കെ നേരത്തെ വാദിച്ചു ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കണം. ആ പഠനം മാറുമല്ലോ, അതിന്റെ ശൈലിയൊന്നും. രണ്ട് ബെഞ്ചിലിരുത്തിയിട്ട് തന്നെ പ്രയാസങ്ങളുണ്ട്. ചില സ്കൂൾ അധ്യാപകരൊക്കെ പറയാറുണ്ട്, ഈ പെൺകുട്ടികളുടെയൊക്കെ ചുരിദാറിന്റെ രണ്ട് ഭാഗങ്ങൾ ഓപ്പൺ ആയതുകൊണ്ട് മനഃപൂർവ്വം അത് ഉയർത്തി ആൺകുട്ടികളെ ആകർഷിപ്പിക്കുന്ന ചില ശൈലിയുണ്ട് ചില പെൺകുട്ടികൾ. അതുകൊണ്ട് ചില സ്കൂളുകളിലൊക്കെ അത് വല്ലാതെ ഓപ്പണാക്കാൻ സമ്മതിക്കാറില്ല. പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണല്ലോ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഗേൾസ് ഹൈസ്കൂളൊക്കെ വന്നത്, പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാൻ സ്ഥാപനങ്ങൾ വന്നത്. വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ്. അത് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. പിന്നെ സ്ത്രീകളുടെ ഔറത്ത് കണ്ട് രസിക്കാൻ ചില ആളുകളൊക്കെ അങ്ങനെ വാദിക്കുന്നുണ്ട്. അതിന് തയ്യാറാകുന്ന സുഖിപ്പിക്കുന്ന കുറെ ആളുകൾ വേറുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് ആവാം എന്നതല്ലാതെ എല്ലാവരും ആ മാർഗം സ്വീകരിക്കണമെന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടാകും. ഞാൻ അതിലേക്ക് വരുന്നില്ല. ഇന്ത്യയിലെ മുംബൈ നഗരത്തിൽ മാത്രം 1,00,000-ലധികം വേശ്യകളുണ്ട്. അത്ര 1,00,000-ലധികം. അതിൽ 35% 18 വയസ്സിന് താഴെയുള്ളവരുണ്ട്. 18 വയസ്സിന് താഴെയുള്ള ഒരു പെണ്ണിന്റെ വിവാഹം നടന്നാൽ കേസ് വരും. വ്യഭിചാരം നടന്ന പ്രശ്നം. 35% വേശ്യകളും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ. ഇവർ എയ്ഡ്സ് എന്ന മാരക രോഗത്തിന് അടിമപ്പെടുന്നു. ഇന്ത്യയിൽ മാത്രം സഹോദര വേശ്യകൾ മില്യൺ കണക്കിന്. ആർക്കും പരാതിയില്ലല്ലോ. സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതിനു പുറമെ അങ്ങനെയുള്ള വേശ്യകളുമായി ബന്ധപ്പെട്ട് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ചില ഭർത്താക്കന്മാരിൽ നിന്ന് നിഷ്കളങ്കമായ സ്ത്രീകൾക്ക് പോലും ഈ രോഗം വരുന്ന മാരകമായ രോഗം. അതാണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം. മുത്തലാഖല്ല. ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്നവരും മില്യൺ കണക്കിനാണ്. അത് കാരണം പ്രയാസപ്പെടുന്ന സ്ത്രീകൾ. ഇത്തരം കാര്യങ്ങളൊന്നും ചില ആളുകൾ കാണാറില്ല. വേണ്ടാത്തതിന്റെ പിന്നാലെയാണ് അല്ലാതെ മത്സരിക്കും. ഞാൻ അതിലേക്ക് വരുന്നില്ല. സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാനും ലഹരി വസ്തുക്കൾ നിരോധിക്കാനുമൊക്കെ ഭരണഘടനയിൽ സൂചനകൾ നൽകുമ്പോൾ അത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കാതെ വേറെ സ്ഥലത്തിന്റെ പിന്നാലെ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. ഞാൻ അതിലേക്ക് വരുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. നാളെ നടക്കുന്ന റാലി വിജയിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കും. ഏതായിരുന്നാലും നോക്കൂ, അല്ലാഹു തആല മറിയം ബിയുടെ ചരിത്രം പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ പറയാണ്, വലൈസൽ ദകറു കൽ ഉൻസാ, പുരുഷൻ ഒരിക്കലും സ്ത്രീയെ പോലെയല്ല. പാവം ഹന്നത്ത് ബീവി നേർച്ചയാക്കിയത് തന്റെ കുട്ടി ആൺകുട്ടിയായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അള്ളാഹുവോട് പറയാണ് തന്റെ കുട്ടി പെൺകുട്ടിയാണ്. ഇങ്ങനെ പറഞ്ഞു, വഇന്നീ സമ്മൈതുഹാ മറിയം, ഞാൻ എന്റെ കുട്ടിക്ക് നാദാ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി പ്രസവിച്ച ഉടനെ പേരിടൽ സുന്നത്താണ്. അത് എല്ലാ കാലത്തും അങ്ങനെ. അത് ഈ സമുദായത്തിലും ഈ ഉമ്മത്തിലും അങ്ങനെ തന്നെയാണ് സുന്നത്ത്. പ്രസവിച്ച ഉടനെ പേരിടൽ. ഇപ്പൊ ഏറെക്കുറെയൊക്കെ അങ്ങനെ നടക്കുന്നതിന്റെ കാരണം ആശുപത്രിയിൽ നിന്നായിരിക്കും പ്രസവം. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് പേര് അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്താൽ സർട്ടിഫിക്കറ്റ് പോരുമ്പോ തന്നെ കിട്ടും എന്നതുകൊണ്ട് ചില ആളുകളൊക്കെ പേര് നേരത്തെ ആക്കും. ഇല്ലെങ്കിൽ പ്രസവിക്കുന്നതിനേക്കാൾ ഇന്ന് ബുദ്ധിമുട്ട് പേര് ഫൈനലാകാനാണ്. അയിമല ആകെ ഇടങ്ങാറാവും. കുട്ടിന്റെ വാപ്പയുടെ പേര് കണ്ടാലും ചിലപ്പോൾ അമ്മ സമ്മതിച്ചോളണമെന്നില്ല. ഓല് രണ്ടാളും ഒത്താലും ഇളച്ചി മൂത്തച്ചി സമ്മതിച്ചോളണമെന്നില്ല. ഇങ്ങനെ ഇത് പെണ്ണ് കാണാൻ പോകുമ്പോണ്ട് ഒരു പോസ്റ്റ്മോർട്ടം പെണ്ണുങ്ങൾക്ക് ഇതേപോലെ പേരുമ്പ കൂടാണ്. ഒരു നല്ല പേരിടണം. എത്ര നല്ല പേരുകളുണ്ട്. ബദരീങ്ങളെ പേരുകളിൽ എത്ര നല്ല ചൊറുക്കുള്ള പേരുകളുണ്ട്. അതൊന്നും നമ്മൾ തേടി പിടിക്കാതെ ആരും കേൾക്കാത്ത പേര് വേണം എന്നിട്ട് നമ്മൾ തന്നെ ഒരു വാക്കുണ്ടാക്കും. ഒരു ചൊറുക്കുള്ള വാക്ക്. അയാളെ പേരിന്റെ ആദ്യവും ഭാര്യന്റെ പേരിന്റെ അവസാനവും ഇനി വേറെ സൈഡൊക്കെ എടുത്തിട്ട്
എന്നിട്ട് അങ്ങനെ ചില പേര് പറയും. അതിന്റെ മുന്നിൽ ആൺകുട്ടിയാണെങ്കിൽ മുഹമ്മദ് എന്നും ചേർക്കും, പെൺകുട്ടിയാണെങ്കിൽ ഫാത്തിമ എന്നും ചേർക്കും. അതൊരു വളവാണ്. ചിലപ്പോൾ നമ്മളോട് അർത്ഥം ചോദിക്കും, വല്ലാത്തൊരു ഇടങ്ങാറാണ്. കാരണം ഏത് നിഘണ്ടു നോക്കിയാലും കാണൂല. കാരണം അങ്ങനെ വാക്കുണ്ടെങ്കിലാണ് കാണുക. യഥാർത്ഥത്തിൽ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും പറയോ എന്നുള്ളതല്ല, നല്ലൊരു പേര് അത് പ്രസവിച്ച ഉടനെ വേണമെന്നുള്ളതാണ്. അതാണ് സുന്നത്ത്, പേര് വിളിക്കാൻ. ഇവിടെ നോക്കൂ സഹോദര, ഇവിടെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് വഇന്നീ സമ്മൈതുഹാ മറിയം. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവോട് പറയാണ്, അല്ലാഹുവേ ഞാൻ എന്റെ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. മറിയം എന്ന് പറഞ്ഞാൽ തന്നെ ഇബാദത്ത് ചെയ്യുന്നവൾ എന്നാണ് അതിന്റെ ഇബാദത്തിൽ മുഴുകിയവൾ. ഭാവിയിൽ ആ കുട്ടി ആരാകുമെന്ന ആ പേര് തന്നെ അറിയിക്കുന്നുണ്ട്. അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കാനുള്ളത് അങ്ങനെ ഒരു പേരിടാൻ വേണ്ടി. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പറ്റി സഹ്റ എന്ന് പറയുന്നത് പോലെ ഒറ്റ പ്രാവശ്യം പോലും ആർത്തവമുണ്ടാകാത്ത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരൊറ്റ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല. പ്രസവം മുഴുവൻ മഗ്രിബിന്റെ ശേഷമായിരുന്നു. ഇശാക്ക് ടൈമുണ്ടല്ലോ, കുളിച്ച് ശുദ്ധിയായിട്ട് പെട്ടെന്ന് നിസ്കരിച്ചു. അല്ലാഹു പറയുന്നത് വഇന്നീ സമ്മൈതുഹാ മറിയം വഇന്നീ ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ ഈ മറിയമിനെയും മറിയമിന്റെ സന്താനത്തെയും ആട്ടി ഓടിക്കപ്പെട്ട പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. പിശാചിന്റെ ശർറിൽ നിന്ന് എന്റെ ഈ പെൺകുട്ടി മറിയമിനെയും അതുപോലെ മറിയമിന്റെ സന്താനത്തെയും പിശാചിന്റെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഏതൊരു കുട്ടി ജനിച്ചാലും ശൈത്താന്മാരുടെ കൂട്ടത്തിൽ ഒരു ശൈത്താന്റെ ഒരു കുത്ത് ഏതൊരു കുട്ടിക്കും ഉണ്ടാവും. എന്നാൽ മറിയം ബീവിക്കും അതുപോലെ തന്നെ മറിയം ബീവിയുടെ മകനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഉണ്ടായിട്ടില്ല. ഇവിടെ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ അവരുടെ പ്രാർത്ഥന നോക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി നേരത്തെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കണം. ഖുർആനും അത് തന്നെയുള്ള പറഞ്ഞത്. നല്ല കുട്ടികൾ ഉണ്ടാകാനാണ് ദുആ ചെയ്യുന്നത്. സ്വാലിഹീങ്ങളായ കുട്ടികൾ, കണ്ണിന് കുളിർമയുള്ള കുട്ടികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അവന്റെ യഥാർത്ഥ അടിമകളെ സംബന്ധിച്ച് അല്ലാഹു വിശദീകരിക്കുമ്പോൾ അതിൽ ഒരു കാര്യം പറയുന്നത് 12 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഒന്നേതാ? യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അങ്ങനെ ദുആ ചെയ്യും അവര്. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും കണ്ണിന് കുളിർമയുള്ളത് നൽകണേ. അങ്ങനെ വേണമെന്നാണ്. മക്കളുണ്ടായിട്ട് കാര്യമില്ല, സ്വാലിഹീങ്ങളായ മക്കളെ. ഏതായിരുന്നാലും നോക്കൂ, ഇവിടെ തന്റെ സന്താനത്തിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ ചെയ്തു. അങ്ങനെ ഈ കുട്ടിയെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആൺകുട്ടിയാണെന്ന് കരുതിയിട്ടാണ് നേർച്ചയാക്കിയത്. പക്ഷെ നേർച്ച അങ്ങനെ തന്നെ നിലനിർത്തി. ഈ പെൺകുട്ടിയെ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവന്നു. മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവന്നു. അന്ന് ബൈത്തുൽ മുഖദ്ദസിൽ ഒരുപാട് പുരോഹിതന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. 19ഓളം പണ്ഡിതന്മാരുണ്ട്. ചെറുതുറപ്പുള്ള മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ടുവന്നു. അങ്ങനെ നേർച്ചയാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇമ്രാൻ എന്നവർ ഒരു കാര്യപ്പെട്ട ആളായതുകൊണ്ട് അവരെല്ലാവർക്കും പരിചയമാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ എല്ലാ പണ്ഡിതന്മാരും തയ്യാറായി, തർക്കായി. ആ കൂട്ടത്തിൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ തർക്കായപ്പോൾ നറുക്കിടാൻ തീരുമാനിച്ചു. ആരാണ് കുട്ടിയെ പരിപാലിക്കേണ്ടത്? നറുക്ക് വീണത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. അതിന് കാരണം ഈ കുട്ടിന് ചൊയ്തുറക്കുള്ളൊരു പെൺകുട്ടിയായി വളർന്നു വരിക. ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കിയതാണ്. അതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്ത് ഒരു പ്രത്യേക റൂം തയ്യാറാക്കുക. അങ്ങനെ ആ റൂമിൽ താമസിക്കുമ്പോ സക്കരിയ നബി അല്ലാത്ത മറ്റു പണ്ഡിതന്മാരാകുമ്പോ ചിലപ്പോ സംശയം വരും, ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, തെറ്റിദ്ധാരണ. അവരൊക്കെ നല്ലവരാണെങ്കിൽ ആ തെറ്റിദ്ധാരണക്കുള്ള ബാബ് അടക്കുക എന്നുള്ള രൂപത്തിലാണ്. ആർക്കും പറയാനൊരവസരം ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടാണ് മറിയം ബീവിയെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുത്തു. അങ്ങനെ ഒരു നല്ലൊരു റൂം ഒരുക്കി, നല്ല ബന്ദോബസ്തായ ഒരു റൂം. ആ റൂമിലാണ് പിന്നെ മറിയം റളിയല്ലാഹു അൻഹ വളർന്നു വന്നത്.
നല്ല സ്വരമുറപ്പുള്ള ഒരു പെൺകുട്ടിയായി ആ വീട്ടിൽ ആ റൂമിൽ വളർന്നു വന്നു. ആരും കാണാറില്ല. ഇടക്ക് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് പോയി നോക്കും. അവർ അടുത്ത ബന്ധുക്കളാണ്. അങ്ങനെ അവർ ഇടക്ക് പോയി നോക്കുമ്പോഴൊക്കെ ഒരു അത്ഭുതം കാണും. മറിയം റളിയല്ലാഹു അൻഹ ആ റൂമിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. പഴങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ, ആ സന്ദർഭത്തിൽ, ചൂടുകാലത്താണെങ്കിൽ ഉഷ്ണകാലത്താണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത പഴങ്ങൾ മറിയം ബിയുടെ റൂമിലുണ്ടാവും. ശൈത്യകാലത്ത് സാധാരണയിൽ ഇല്ലാത്ത പഴങ്ങളതാ അവരുടെ റൂമിൽ. ഇത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോടു കൂടെ കാണുമായിരുന്നു. മറിയം ബിയുടെ മഹത്വം മനസ്സിലാക്കി അള്ളാഹു അതിനെ പറ്റി പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലു ഇംറാൻ സൂറത്തിൽ ആ കഥ പറയുന്നു. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മറിയം ബീവിയുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോഴെല്ലാം വജദ ഇൻദഹാ റിസ്ഖാ, അവിടെ അരികെ ആഹാരം കണ്ടെത്തിക്കുന്നതാണ്. ആ റൂമിലേക്ക് ചെല്ലുമ്പോ നല്ല ഭക്ഷണം, പഴങ്ങളും മറ്റും. ആ സന്ദർഭത്തിൽ സക്കരിയ നബി തങ്ങൾ ചോദിച്ചു, യാ മറിയം, ഓ മറിയം, അന്നാ ലകി ഹാദാ, എവിടെ നിന്നാണ് നിനക്ക് ഈ ഭക്ഷണം കിട്ടിയത്? ഖാലത്, ആ സന്ദർഭത്തിൽ മറിയം ബി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചതാകുന്നു. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, തീർച്ചയായിട്ടും അല്ലാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് കണക്കില്ലാതെ ആഹാരം നൽകും. അല്ലാഹു അതുപോലെ എനിക്ക് നൽകിയതാണ്. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് വ്യാഖ്യാനിക്കുന്നുണ്ട്, ഔലിയാക്കൾക്ക് അല്ലാഹു കറാമത്ത് നൽകുമെന്നതിന്റെ ഒരു വലിയ രേഖയാകുന്നു ഇത്. അമ്പിയാക്കളിൽ പെണ്ണുങ്ങളിൽ പ്രവാചകന്മാരില്ല, പ്രവാചകന്മാരൊക്കെ പുരുഷന്മാരാണ്. എന്നാൽ ഔലിയാക്കളിൽ പെണ്ണുങ്ങളുണ്ട്. മറിയം റളിയല്ലാഹു തആല അൻഹാ കൂട്ടത്തിലാ. അമ്പിയാക്കൾക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് നൽകും. അമ്പിയാക്കൾക്ക് അല്ലാഹു അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്തരീക്ഷത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ കഴിയും അവർക്ക്. എന്നാൽ സഹോദര, ഔലിയാക്കൾക്കും അതുപോലെ അല്ലാഹു കറാമത്ത് നൽകുമെന്നതിന്റെ രേഖയാണിത്. സ്ത്രീകളിൽ വെച്ച് മറിയം ബീവിക്ക് അല്ലാഹു തആല അങ്ങനെ നൽകിയെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് നൽകും. എത്ര സംഭവങ്ങളുണ്ട്. അതാണല്ലോ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ്. അതിനൊന്നും പരിധിയില്ല, അള്ളാഹ്ക്ക് എങ്ങനെയും കൊടുക്കാം. ചില ആളുകൾ അതിനൊക്കെ നിഷേധിക്കാറുണ്ട്, കൂടുതൽ പഠിക്കാത്തത് കൊണ്ടാണ്. മുഹ്യിദ്ദീൻ മാലയിലൊക്കെ ചിലത് കാണുമ്പോൾ ചില ആളുകൾക്ക് സംശയം വരും, അതൊക്കെ ഉണ്ടാകുമോ? എല്ലാ വരിയുടെ അവസാനം ഓവർന്ന് കേൾക്കുമ്പോൾ ഇവരിത് ഓവറായോ എന്നുള്ളൊരു തോന്നൽ. അങ്ങനല്ല, അള്ളാന്റെ ഔലിയാക്കൾക്ക് കൊടുക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വലിയൊരു വലിയുണ്ടായിരുന്നു, ഔലിയാക്കളിൽ ഒരാൾ, ആസഫ് ഇബ്നു ബർഖ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിൽ വെച്ചാ പറഞ്ഞത്, യമനിലെ സബയിൽ ഭരണം നടത്തുന്ന ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം അവർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അവർ ഇപ്പോൾ ഇവിടെ എത്തും. അവർ എത്തുന്നതിന് മുമ്പ് ആ സിംഹാസനം ആർക്കാണ് കൊണ്ടുവരാൻ കഴിയാം? ഖുർആൻ പറയുന്നുണ്ടല്ലോ. ജിന്നുകളിൽ ഒരാൾ പറഞ്ഞെന്താ, അങ്ങയുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. ജനങ്ങളുടെ പരാതി സ്വീകരിക്കാൻ ലോക ഭരണാധികാരിയായിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ചെയറിൽ ഇരുന്നാൽ എത്ര ടൈം ഇരിക്കുക എന്നൊരു കണക്കുണ്ട്. അതിന്റെ അടിയിൽ കൊണ്ടുവരാമെന്നാണ്. പോരാ, അതിന് മുമ്പെത്തണമെന്നാണ്. ഈ ഉമ്മത്തിൽ മുഹ്യിദ്ദീൻ ശൈഖ് എങ്ങനെ? അതേ രൂപത്തിൽ സഹോദര, ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന വലിയ അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞ എന്താ ഖുർആൻ പറയുന്നുണ്ട്, കണ്ണ് വെട്ടി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന്. സുലൈമാൻ നബി കണ്ണടച്ച് തുറന്നപ്പോഴേക്ക് യമനിലെ സബയിലെ ആ സിംഹാസനം അവിടെ എത്തിച്ചു. ആര്? തന്റെ മുന്നിൽ എത്തിച്ചു. കണ്ണടച്ച കണ്ണ് തുറന്നപ്പോഴേക്ക് ഇതിന് കണ്ടപ്പോ സുലൈമാൻ നബി പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ഔലിയാക്കൾക്ക് അല്ലാഹു വലിയ കഴിവ് കൊടുക്കും. ഖുർആൻ നേരെ പറഞ്ഞാൽ അതിനാർക്കും നിഷേധിക്കാൻ കഴിയില്ല.
ആസിഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഒരു സൂഫിയ, ഒരു വലിയ. സുലൈമാൻ നബിയുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സുലൈമാൻ നബിയേക്കാൾ മഹത്വമുള്ള ഈ ഉമ്മത്തിൽ ആ ആസിഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു പോലെ അതിനേക്കാൾ പവറുള്ള ഔലിയാക്കൾ ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കാ കഴിയും സഹോദര? ഔലിയാക്കൾക്ക് അല്ലാഹു കഴിവ് കൊടുക്കും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇതുപോലെ ഭക്ഷണം അങ്ങനെ കിട്ടിയ സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹിന്റെ മോളല്ലേ, പെണ്ണുങ്ങൾക്ക് നേത്രം നൽകുന്ന, സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന പെണ്ണ്, റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമെന്ന് പറയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവരുടെ കുട്ടികളിലൂടെയാണ് അഹ്ലു ബൈത്ത് ലോകത്ത് നടന്നത്. ഈ സംഭവത്തിൽ നിന്ന് അതുകൂടി നമ്മൾ പഠിക്കണം. ഔലിയാക്കൾക്ക് അല്ലാഹു വ്യാപകമായ കഴിവ് കൊടുക്കും. വലിയ ഔലിയാക്കൾ നബിയുടെ സ്വഹാബിമാരാണ്. ഒരുപാട് കറാമത്തുകൾ അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും, കാരണം കൂടുതൽ കറാമത്ത് കാണിക്കേണ്ട ആവശ്യം അവർക്കില്ലായിരുന്നു. അതാണ് അതിന്റെ കാരണം. റസൂൽ ജീവിച്ചിരിക്കുന്ന കാലമായതുകൊണ്ട് അള്ളാഹിന്റെ വിശുദ്ധ ദീനിന്റെ വളർച്ചയ്ക്ക് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് തന്നെ ധാരാളം. അതുകൊണ്ട് സ്വഹാബത്തിന് ഒരുപാട് കറാമത്ത് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കം അവിടുന്ന് പോരുന്ന ഒരുപാട് സ്വഹാബിമാര്, അവരിൽ നിന്നൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. സ്വഹാബി വനിതകളിൽ നിന്നുണ്ടായിരുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളുള്ള കാലഘട്ടമായിരുന്നു. പരിശുദ്ധ ദീനിന് നായകൻ ആവശ്യമുള്ള സമയമായിരുന്നു. അതുകൊണ്ടുള്ള മുഹ്യിദ്ദീൻ എന്ന് വന്നത്. വിശുദ്ധ ദീനിന് ജീവൻ നൽകിയ ആളുകൾ. അന്ന് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് കറാമത്തുകൾ കാണിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഹോദരരുടെ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ വന്നത്. ഞാൻ അതിലേക്ക് വരുന്നില്ല, അത് വേറൊരു വിഷയം. എന്തായിരുന്നാലും മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂമിൽ യഥേഷ്ടം ആഹാരം കൊടുത്തു എന്നുള്ളത് അത് അവരുടെ വലിയൊരു കറാമത്തിലേക്ക് അറിയിക്കുന്നു. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഇത് എനിക്ക് അല്ലാഹു നൽകിയതാ ഭക്ഷണം എന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ഇനി നോക്കൂ, മറിയം ബീവിയിലേക്ക് വീണ്ടും വരും. മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ റൂമിൽ സുഖമായിട്ട് വളർന്നു വന്നു. ഭക്ഷണത്തിനൊന്നൊരു മുട്ടുമില്ല, ഇഷ്ടം പോലെ ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് അല്ലാഹു തആല കൊടുക്കുക. അങ്ങനെ നല്ല റാഹത്തായിട്ട് അവർ വളർന്നു വന്നു. അങ്ങനെ നല്ല ഒരു യുവതിയായി. ഒരു ദിവസം മറിയം റളിയല്ലാഹു തആല അൻഹ തന്റെ എന്തോ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പുറത്തിറങ്ങി. ആ റൂമിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങിയത് തന്റെ ചെറിയ ആവശ്യങ്ങൾ നിർവഹിക്കാനാ, നഖം മുറിക്കാനാണെന്ന അഭിപ്രായമുണ്ട്. അതല്ല മലമൂത്ര വിസർജനം അതിന്റെ വേണ്ടിയാണ്, കുളിക്കാനാണ്, പല അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും ഈ മഹദി, ഇവരാണ് യഥാർത്ഥത്തിൽ മഹദി എന്ന് പറയുന്നത്. മറിയം റളിയല്ലാഹു തആല അൻഹ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തുള്ള ആ റൂമിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങി കിഴക്ക് ഭാഗത്തേക്ക് പോയി. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ. ഇത് മറിയം സൂറത്താണ്. അവരുടെ പേരിൽ ഒരു സൂറത്ത് പോലും, സൂറത്ത് മറിയം. മറിയം സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറയുന്നത് വദ്കുർ ഫിൽ കിതാബി മറിയം. മറിയം ബീവിയെ വേദഗ്രന്ഥത്തിൽ പ്രസ്താവിക്കുക, അള്ളാന്റെ തിരുത്തലോട് അള്ളാഹു കൽപ്പിക്കാൻ. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള കഥ അള്ളാഹു പറഞ്ഞു തരാം. അവർ തന്റെ വീട്ടുകാരിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഒറ്റക്ക് താമസിച്ച സന്ദർഭം. എന്നിട്ടോ അല്ലാഹു തആല പിന്നീട് പറയുന്നുണ്ട് എന്ത്, അവർ അവരുടെ മുന്നിൽ ഒരു മറ സ്ഥാപിച്ചു. അതായത് നല്ല മറയോടുകൂടെ ഔറത്തൊക്കെ മറച്ച് വളരെയധികം വിശുദ്ധി കാണിച്ച ഒരു പെണ്ണായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അല്ലാഹു തആല പറയാണ് ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയാ. അങ്ങനെ മറിയം റളിയല്ലാഹു തആല അൻഹ ഒറ്റക്ക് ഇങ്ങനെ വരികയാണ്. ആ വരുന്ന സമയത്ത് ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് നാം നമ്മുടെ റൂഹിനെ അയച്ചു. റൂഹ് എന്നാരാ? അല്ലാഹു തന്റെ റൂഹ് എന്ന് പറഞ്ഞ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദര, ജിബ്രീൽ എന്ന മലക്ക് റൂഹുൽ അമീനാണ്. വിശ്വസ്തനായ ആത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മലക്കാണ്. മലക്കുകളുടെ തലവൻ തന്റെ മലക്കിനെ അയച്ചു. എങ്ങനെ? പരിപൂർണമായ രൂപത്തിൽ. നോക്കൂ, എല്ലാം ഒത്ത ഒരു മനുഷ്യ രൂപത്തിൽ.
നല്ല ചുരുണ്ട മുടി, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ചെറുപ്പക്കാരന്റെ രൂപത്തിൽ മറിയം ബീവിയുടെ അരികിലേക്ക് ആര് വന്നു? ജിബ്രീൽ എന്ന മലക്ക് വന്നു. മറിയം ബീവിക്ക് അറിയില്ല ഇതാരാണ്, ഇത് ജിബ്രീൽ എന്ന മലക്കാണെന്ന് അറിയില്ല. നല്ലൊരു ചെറുപ്പക്കാരന്റെ കോലത്തിനുള്ളത്, ഒരു നല്ല വിശുദ്ധിയുള്ള പെണ്ണ്, നല്ല വിശുദ്ധിയുള്ള ഒരു പെണ്ണിന്റെ അരികെ ഒറ്റക്ക് ഒരു പുരുഷൻ വന്നാൽ ആ പെണ്ണെന്ത് ചെയ്യും? വേഗം അവിടുന്ന് മാറും. എന്താ കാരണം? ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഇബ്ലീസ് അവിടെ ഇടപെടും. അരുതാത്തത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എത്ര വലിയവരാണെങ്കിലും പെട്ടുപോകും, എല്ലാം മറക്കും, തന്റെ സ്റ്റാൻഡേർഡ് മറന്നുപോകും, വല്ലതും സംഭവിക്കും, പിന്നെയാണ് ഖേദിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് കൂടുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അത് എല്ലാ കാലത്തും അസല അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് സഹോദരാ ഖുർആൻ പറയുന്നത്, നോക്കൂ, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. മറിയം റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് നല്ല സുമുഖനായ ചുരുണ്ട മുടിയുള്ള വെളുവെളുത്ത ചെറുചെറുക്കുള്ള ആ ചെറുപ്പക്കാരൻ മുന്നിലേക്ക് വന്നപ്പോ പെട്ടെന്ന് ഈ പെണ്ണ് പറയാണ്, ഖാലത്, മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാൻ, നിശ്ചയമായും ഞാൻ പരമകാരുണികനായ അല്ലാഹുവോട് അഭയം തേടുകയാണ്, മിൻകാ, നിന്നിൽ നിന്ന്. നിങ്ങളൊരു പുരുഷൻ, ഞാൻ ഒറ്റക്കൊരു പെണ്ണ്, താങ്കളിൽ നിന്ന് ഞാൻ റഹ്മാനായ അല്ലാഹുവോട് അഭയം തേടുന്നു. ഇൻ കുൻത തഖിയ, താങ്കൾ സൂക്ഷ്മതയുള്ള ഒരാളാണെങ്കിൽ പോകണം, മാറി നിൽക്കും, വിട്ടുപോകൂ, എന്നെ വിട്ട് അകലൂ എന്ന് മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇതൊരു മനുഷ്യനാണെന്നുള്ള നിലക്കാണ് പറയുന്നത്, മലക്കാണെന്ന് അറിയില്ലല്ലോ. മറിയം റളിയല്ലാഹുവിന്റെ വിശുദ്ധി നോക്കും. ഇപ്പൊ നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. ആ ആയത്തിൽ മറിയം ബീവിയെ പറ്റി അല്ലാഹു പറഞ്ഞെന്താ? വമറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ഇമ്രാന്റെ മകൾ മറിയമിനെ സത്യവിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരണമായി എടുത്തു കാണിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നതോ, അല്ലതീ അഹ്സനത് ഫർജ, അവരവരുടെ ലൈംഗികാവയവത്തെ, ജനനേന്ദ്രിയത്തെ, അവരവരുടെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിച്ചവരായിരുന്നു. വക്കാനത്ത് മിനൽ ഖാനിതീൻ, നല്ല ഭക്തിയുള്ള പെണ്ണായിരുന്നു. ഇവിടെ പറയുന്നത് നോക്കൂ, ഒറ്റക്ക് തനിച്ചു പോരുന്ന സമയത്ത് പെട്ടെന്ന് തന്റെ മുന്നിലേക്ക് എല്ലാ നിലക്കും ലക്ഷണമൊത്തൊരു ചെറുപ്പക്കാരൻ വന്നപ്പോ ഉടനെ തന്നെ ദുആ ചെയ്യാണ്, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, നിന്നിൽ നിന്നുള്ള ശല്യത്തെ തൊട്ട് റഹ്മാനായ അല്ലാഹുവിൽ നിന്ന് ഞാൻ അഭയം തേടുകയാണ്. ഇൻ കുൻത തഖിയ, താങ്കൾ ഒരു വിശുദ്ധിയുള്ള ആളാണെങ്കിൽ എന്നെ വിട്ട് അകലണം, മാറിപ്പോകണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ ചെറുപ്പക്കാരൻ സംസാരിച്ചു, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബ ലകി ഗുലാമൻ സകിയ. നോക്കൂ, അല്ലാഹു ആ കഥ പറഞ്ഞു തരാം. ആ സന്ദർഭത്തിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബിക്, ഞാൻ അങ്ങയുടെ രക്ഷിതാവിൽ നിന്നുള്ള ദൂതനാണ്. അല്ലാഹു തആല മലക്കിനെ സംബന്ധിച്ചും എന്ത് പറഞ്ഞിട്ടുണ്ട്? ദൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? അമ്പിയാക്കൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന ദൂതനാണ് ആര്? അമ്പിയാക്കൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അദ്ദേഹത്തിന് ഇപ്പോഴും ഡ്യൂട്ടി ഉണ്ട്. അമ്പിയാക്കളുടെ വരവ് നിന്നാലും ഏതൊരു നല്ല മനുഷ്യൻ മരിക്കുമ്പോഴും സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു തരാൻ ജിബ്രീൽ എന്ന മലക്ക് വരും അത്രേ. അള്ളാഹു അങ്ങനെയുള്ള മരണം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനാണ് ഇപ്പൊ നമ്മൾ ഖുർആന്റെ പിന്നിൽ കൂടുന്നത്. ആസിബിക്ക് കിട്ടിയില്ലേ? അതേപോലെ റസൂലാണ്. ആര്? ജിബ്രീൽ എന്ന മലക്കൊരു റസൂലാണ്, ദൂതനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വേറെ ചില ഭാഗങ്ങളിലൂടെ അത് സംബന്ധമായിട്ട് പറയുന്നത്, ഖുർആനെ സംബന്ധിച്ച് പറയുന്നത്, ഇത് ആദരണീയനായ ഒരു ദൂതൻ കൊണ്ടുവന്ന വചനങ്ങളാണ്. ആദരണീയനായ ദൂതൻ എന്നാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല ജിബ്രീൽ എന്ന മലക്കിനെ പരിചയപ്പെടുത്തി എങ്ങനെയാണ്? അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. ആരാണ് ജിബ്രീൽ എന്ന മലക്ക്? അദ്ദേഹം നല്ല ശക്തിയുള്ള ആളാണ്. അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അരികസ്ഥാനമുള്ള ആളാണ്. അതോടുകൂടെ മുത്താഴിൻ
ആകാശലോകത്ത് അനുസരിക്കപ്പെടുന്ന ആളാണ്. ജിബ്രീൽ എന്ന മലക്ക് ഒരു കാര്യം പറഞ്ഞാൽ ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കൾ ഉടനെ അംഗീകരിക്കും. അതാണല്ലോ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹ് ഭൂമിയിൽ ഒരു സത്യവിശ്വാസി ഇഷ്ടപ്പെട്ടാൽ ആദ്യം ആ വിവരം ആരോട് പറയും? ജിബ്രീൽ എന്ന മലക്കിനോട്. ജിബ്രീൽ എന്ന മലക്കിനോട് ഇഷ്ടപ്പെടാൻ പറയും. ജിബ്രീൽ എന്ന മലക്ക് പറയും ഞാനും അയാളെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് മലക്ക് മറ്റുള്ള എല്ലാ മലക്കളെ വിളിച്ചിട്ടും പറയും, പരകോടി മലക്കളോട് പറയും, ഇന്നാലിന്ന ആളെ അല്ലാഹ് ഇഷ്ടപ്പെട്ടു, ഞാനും ഇഷ്ടപ്പെട്ടു, നിങ്ങളും ഇഷ്ടപ്പെട്ടോളൂ. അവ ആകാശവാസികളായ മുഴുവൻ മലക്കുകളും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം ഭൂമിയിൽ അള്ളാഹു അവനിക്ക് സ്വീകാര്യത നൽകും. അപ്പോ അറിയപ്പെടാത്തൊരു പച്ച സാധു, ഒരു പാവം, ഒരു പക്ക നാടനാ, അയാൾ അള്ളാഹുവെ പേടിച്ച് നടന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് മലക്കുകളും അള്ളാഹും അയാളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ രേഖയാണ് അദ്ദേഹത്തിന് തന്റെ വീട്ടിലൊരു സ്വീകാര്യത ഉണ്ടാകും. കുറച്ചുകൂടി അറിയപ്പെട്ട നാട്ടിലൊരു സ്വീകാര്യത ഉണ്ടാകും. സഹോദര, ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവും. റഈസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാതീദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ 10 ലക്ഷത്തോളം ആളുകളാണ് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തത്. ചരിത്രമായിരുന്നു അത്. എത്ര പ്രാവശ്യം വാഴക്കാട് ഗ്രൗണ്ടിൽ മയ്യത്ത് നിസ്കരിച്ചത്? ആ സ്വീകാര്യത 25-30 കിലോമീറ്റർ ആളുകൾ വരുന്നത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ രാത്രി ഇടമുറിയാതെ, മലപ്പുറം ഉറങ്ങാത്ത രാത്രിയായിരുന്നു അല്ലെ, ഇടമുറിയാതെ ആളുകൾ വന്നു. എന്താ കാരണം? സഹോദര, ഭൂമിയിലുള്ള സ്വീകാര്യതയായിരുന്നു അത്. നമ്മുടെ തൊട്ടടുത്ത് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കാളമ്പാടി ഉസ്താദ്, നാട്ടുകാർക്ക്, പല ആളുകൾക്ക്, തൊട്ടടുത്തുള്ള മുസ്ലിങ്ങൾക്ക് അറിയാമായിരുന്നു ഇത്ര വലിയൊരു മനുഷ്യനാണ്. പക്ഷെ മരിച്ചപ്പോഴാണ് ആളുകളുടെ ആ വരവ് കണ്ടപ്പോഴാണ് അറിഞ്ഞത് ഈ സ്വീകാര്യത എന്തുകൊണ്ടാ? അള്ളാഹ് സ്വീകരിച്ചു എന്നതിന്റെ ഒരു രേഖയാണ്. അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നാലും നോക്കൂ, ഞാൻ ജിബ്രീൽ എന്ന മലക്കിനെ പറ്റിയാ പറഞ്ഞത്. റസൂലാണ് ആ മലക്ക്, ദൂതനാണ് ആ മലക്ക്. അതുകൊണ്ട് ഈ മലക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, അന റസൂലു റബ്ബിക്, ഞാൻ അങ്ങയുടെ റബ്ബിൽ നിന്നുള്ള ദൂതനാണ്, അതായത് ജിബ്രീലാണ്. ലി അഹബലകി ഗുലാമൻ സക്കിയാ, ശുദ്ധനായ സംശുദ്ധനായ ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയെ കൊണ്ട്, ഒരു ആൺകുട്ടിയെ നിങ്ങൾക്ക് ഔദാര്യമായി, ദാനമായി നൽകാൻ വേണ്ടി വന്നതാ. അതിന് അല്ലാഹ് അയച്ചതാണ് എന്നെ. മറിയം ബീവി ആകെ പേടിച്ചു പോയി. എന്തുകൊണ്ട്? മറിയം റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിഞ്ഞിട്ടില്ല. സഹോദര, മറിയം ബീവിക്ക് ഭർത്താവില്ല. അങ്ങനെയുള്ള മറിയം ബീവിയോടാ പറയുന്ന മലക്ക്, നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ പോവാണ്. സാധാരണഗതിയിൽ ഒരു കുട്ടി ജനിക്കാൻ ഒരു പുരുഷ ബീജം നിർബന്ധമാണ്. അത് അല്ലാഹ് അങ്ങനെ കണക്കാക്കിയതാണ്. ഒരു പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും പരസ്പരം ചേരണം. ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് സ്രവിപ്പിക്കുന്ന ഒരു 5 മില്ലി ലിറ്റർ വരുന്ന ഏകദേശം ശരാശരി ആ ഇന്ദ്രിയ തുള്ളികളിൽ 200 കോടിയിലധികം ബീജഗണങ്ങളുണ്ട്. ഒരു കുട്ടി ജനിക്കാൻ ഒറ്റൊന്നു മതി. അള്ളാഹുവിന്റെ കഴിവ് നോക്കൂ നിങ്ങൾ. മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ലോകത്തെ ഏറ്റവും വലിയ സങ്കീർണമായ മെഷീൻ ഏതാന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ശരീരം. മനുഷ്യന്റെ ശരീരമാണ് മാറ്റമില്ലാത്തൊരു മെഷീൻ. ശരീരത്തിലേക്ക് സ്വന്തത്തെ പറ്റി ഒരാൾ അറിഞ്ഞാൽ അള്ളാഹാണ്. അള്ളാഹനെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി സ്വന്തത്തിലേക്ക് ചിന്തിക്കാം, നമ്മുടെ ഓരോ അവയവം. എന്നാൽ ഇവിടെ മറിയം ബീവി അത്ഭുത പരതന്ത്രയാകാൻ കാരണം എന്താ? സഹോദര, മറിയം ബീവി ഒരു പുരുഷൻ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു പുരുഷൻ തൊടുക പോലും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാൻ? മറിയം ബീവി റളിയല്ലാഹു അൻഹ തന്റെ മുന്നിലുള്ള ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിച്ചു, അന്നാ യകൂനു ലീ ഗുലാം വലം യംസസ്നി ബശർ വലം അകു ബഗിയാ. അന്നാ യകൂനു ലീ ഗുലാം, എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക? വലം യംസസ്നി ബശർ, എന്നെ ഒരാൾ തൊടുക പോലും ചെയ്തിട്ടില്ലല്ലോ. വലം അകു ബഗിയ, ഞാനൊരു ദുർനടപ്പുകാരിയല്ല. എന്നെ ഒരാൾ തൊടുക പോലും ചെയ്തിട്ടില്ല, എന്നെ ഒരാൾ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് ഭർത്താവില്ല. എന്ന് മാത്രമല്ല, ഞാൻ ആരല്ല? ഞാനൊരു വേശ്യപ്പെണ്ണല്ലോ, ഞാനൊരു ദുർനടപ്പുകാരിയല്ല. അങ്ങനെയെങ്കിൽ ആ നിലക്കെങ്കിലും ഗർഭം ധരിക്കാൻ, അവിഹിതമായിട്ട് ഗർഭം ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് അതുമില്ല, പിന്നെ എങ്ങനെ എനിക്കൊരു കുട്ടിയുണ്ടാവുക? ആ സമയത്ത് മഹാനായ ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു, കദാലിക്, കാര്യം നിങ്ങൾ പറയുന്നത് പോലെയാണ്. പക്ഷെ ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യൻ,
അങ്ങയുടെ രക്ഷിതാവ് പറയുന്നത് എനിക്കത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നാണ്. അള്ളാഹ്ക്കെന്താ പുരുഷബീജമില്ലാതെ ഒരു സ്ത്രീയുടെ അണ്ടത്തിൽ നിന്നൊരു ഒരു കുട്ടിയെ പടക്കാൻ? പുരുഷബീജമില്ലാതെ സ്ത്രീയുടെ അണ്ടവുമില്ലാതെ പൂർണ്ണമായിട്ടും ഇല്ലായ്മയിൽ നിന്ന് ആദം നബിയെ പടച്ച അള്ളാഹ്ക്ക് എന്താ പുരുഷബീജമില്ലാതെ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ, ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകാൻ പണി? അതൊക്കെ അള്ളാഹ്ക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നാണ് മറിയം. അള്ളാഹു പറയുന്നത് ഇവിടെ ജിബ്രീൽ എന്ന മലക്ക് സഹോദര ഒരു മനുഷ്യരൂപത്തിൽ വരാനുള്ള കാരണം അതും ഈ മറിയം ബിയുടെ മഹത്വ. ജിബ്രീൽ എന്ന മലക്കെങ്ങാനും തന്റെ യഥാർത്ഥ കോലത്തിൽ മറിയം ബിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ മറിയം ബി ആകെ പേടിച്ചോടും. നമ്മുടെ നബി പോലും നമ്മുടെ നബിയുടെ അരികെ 10,000 പ്രാവശ്യം ജിബ്രീൽ എന്ന മലക്ക് വന്നു. പക്ഷെ 2 തവണ മാത്രമാണ് ജിബ്രീൽ യഥാർത്ഥ കോലത്തിൽ വന്നത് അലൈഹിസ്സലാം. യഥാർത്ഥ കോലത്തിൽ വന്ന് 2 വട്ടം മാത്രം. ഒന്ന് ഇഖ്റ സൂറത്തിലെ ആദ്യ ഭാഗം അവതരിച്ചതിന്റെ ശേഷം ആദ്യത്തെ 5 ആയത്ത് നബി കോരി കൊടുക്കുമ്പോഴും മലക്ക് യഥാർത്ഥ കോലത്തിലല്ല വന്നത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നബി തങ്ങൾ ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ ചെന്നു. ആ സമയത്താണ് യഥാർത്ഥ കോലത്തിൽ കണ്ടത്. നബി തങ്ങൾ ഹിറാ ഗുഹയുടെ മുകളിലാണ്. ആ സന്ദർഭത്തിൽ ഒരു വിളി, ആളെ കാണുന്നില്ല. യാ മുഹമ്മദ് ഇന്നക റസൂലുള്ളാഹ്. റസൂലുള്ളാഹി തങ്ങൾ മുൻഭാഗത്തേക്ക് നോക്കി, ആളെ കാണുന്നില്ല. ബാക്കിലേക്ക് നോക്കിയിട്ടും കാണുന്നില്ല ആരെയും. ഇരുപാർശ്വങ്ങളിലേക്ക് നോക്കി ആരെയും കാണുന്നില്ല. തിരുദൂതർ മുകളിലേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അന്തരീക്ഷത്തിൽ അതാ മനോഹരമായ ഒരു പീഠത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുന്നു. തന്റെ 600 ചിറകുകൾ വിടർത്തിക്കൊണ്ട്. ഫാത്തിർ സൂറത്തിലെ മലക്കുകളുടെ ചിറകിനെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്. 600 ചിറകുകൾ ജിബ്രീൽ എന്ന മലക്കിനുണ്ട്, ഏറ്റവും സ്ഥാനമുള്ള മലക്ക. ആ 600 ചിറകുകൾ വിടർത്തിയത് കണ്ടതോടുകൂടെ അന്തരീക്ഷത്തിൽ ചക്രവാളത്തിൽ മുഴുവനും ആ മലക്കാണെന്ന് നബിക്ക് തോന്നി. അതോട് നബി ആകെ പേടിച്ചുപോയി. ആ പേടി പനി വരാൻ കാരണമായി. വേഗം അവിടെ നിന്നിറങ്ങി നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, ജമ്മിലൂ ദസ്സിറൂനി ഖദീജ, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ. എന്താ കാരണം? ഞാനാകെ പേടിച്ചിട്ടുണ്ട്. പേടി ഓവറായാൽ പനി വരും. അതുകൊണ്ട് വസ്ത്രം കൊണ്ടൊന്ന് ചുറ്റിപ്പൊതിച്ച് കിടക്കണം. പാവ ഖദീജ റളിയല്ലാഹു അൻഹ പുതപ്പിട്ട് മൂടി കിടത്തി പുണ്യനബിയെ. ആ ജിബ്രീൽ എന്ന മലക്ക് നബിയുടെ റൂമിലേക്ക് ഇങ്ങനെ വന്നു മറ്റൊരു രൂപത്തിൽ. എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതപ്പിട്ട് മൂടി കിടക്കുന്ന നബിയെ, ഖും ഫഅൻദിർ, എഴുന്നേൽക്കൂ, ജനങ്ങളെ താക്കീത് ചെയ്യൂ. നിങ്ങൾ കിടക്കേണ്ട ആളല്ല, നിങ്ങൾ പ്രവാചകനായിരിക്കുന്നു. റസൂൽ തക്ബീർ മുഴക്കി എഴുന്നേറ്റു. കാരണം അല്ലാഹു പറഞ്ഞത് വറബ്ബക ഫകബ്ബിർ, വറബ്ബക ഫകബ്ബിർ, റബ്ബിനെ മഹത്വപ്പെടുത്തുന്നവയെ തക്ബീർ ചൊല്ലൂ. അല്ലാഹു അക്ബർ എന്ന് എഴുന്നേറ്റു. അവർ റസൂല് പോലും പേടിച്ചു. റസൂൽ ആകെ 2 വട്ടേ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചും, രണ്ടാമത്തതോ അത് 40-ാമത്തെ വയസ്സിലാ. പിന്നെ 52-ാമത്തെ വയസ്സിൽ മിഅ്റാജിന്റെ യാത്രയിൽ സിദ്റത്തുൽ മുൻതഹയുടെ അരികെ വെച്ച് കണ്ടു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹ. മറ്റൊരു സമയത്തും ജിബ്രീൽ എന്ന മലക്കിനെ തിരുദൂതർ കണ്ടു. അത് സിദ്റത്തുൽ മുൻതഹയുടെ അരികെ വെച്ചാണ്. അത് മിഅ്റാജിന്റെ യാത്രയിൽ മാത്രം. അവർ റസൂൽ പോലും വന്ന് പേടിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഈ മറിയം ബി എത്ര പേടിക്കും? അത് ഇല്ലാതിരിക്കാനാണ് മറിയം ബിയുടെ അരികിലേക്ക് സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിൽ വന്നത്. അങ്ങനെ മറിയം ബീവിയോട് പറഞ്ഞു, അള്ളാഹ്ക്ക് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ എന്തിനാണ് പിതാവില്ലാതെ ഒരു കുട്ടിനോട് ജനിപ്പിക്കാൻ പോകുന്നത്? അതാണ് പിന്നെ പറയുന്നത് മലക്ക്, വലിനജ്അലഹു ആയത്തൻ ലിന്നാസ് വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ദിയാ. അല്ലാഹു തആല മറിയം സൂറത്തിൽ പറയുന്നു, മഹാനായ ജിബ്രീൽ എന്ന മലക്ക് മറിയം ബീവിയോട് പറയാണ്, വലിനജ്അലഹു ആയത്തൻ ലിന്നാസ്, അങ്ങേക്കൊരു കുട്ടിയെ നൽകുന്ന എന്തിനാ? ഒരു പുരുഷൻ എന്നത് അങ്ങയെ തൊടാതെ, അതായത് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് പിതാവില്ല. ഇതെന്തിനാണ്? ജനങ്ങൾക്കൊരു വലിയ ദൃഷ്ടാന്തമാക്കാനാണ് ആ കുട്ടിയെ. മാത്രമല്ല വറഹ്മത്തൻ മിന്നാ, നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാരുണ്യമാക്കാൻ വേണ്ടിയും. വകാന അംറൻ മഖ്ദിയാ, അല്ലാഹു പറയുന്നു അത് തീരുമാനിക്കപ്പെട്ട കാര്യമാകുന്നു. അത് നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കാൻ പോവാണ്. അങ്ങനെ ജിബ്രീൽ എന്ന മലക്കൊരൊറ്റ ഊത്ത മറിയം ബിയുടെ മാറിലൂടെ ഒരൊറ്റ ഊത്ത്. അതോടുകൂടെ മറിയം ബി ഗർഭം ധരിച്ചു.
പാവം മറിയം ബി ഗർഭം ധരിച്ചപ്പോ അതിലേറെ ആശങ്കയായി. എന്താ കാരണം? പടച്ചനെ ആളുകൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും. എന്നെ വിവാഹം ചെയ്തിട്ടില്ല, എനിക്കൊരു ഒരു വരനില്ല, ഒരു പുതിയ ആപ്പിളയില്ല, ദുർനടപ്പിന് ഞാൻ പോകുന്നില്ല, അങ്ങനെയുള്ള എനിക്കൊരു കുട്ടിയുണ്ടായാൽ ആളുകൾ എന്ത് പറയും? ഇത് വ്യഭിചാരത്തിൽ പിറന്ന കുട്ടിയാണ്. എന്തുകൊണ്ട്? മറിയമ്മിനാരും കല്യാണം ചെയ്തിട്ടില്ല, വിവാഹം ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആളുകൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും? സ്വാഭാവികമായിട്ടും പതിവ്രതയായ ഒരു പെണ്ണിന് വിഷമുണ്ടാവും. മാനമുള്ളവർക്കേ മാനം നഷ്ടപ്പെടുന്ന ബേജാറുണ്ടാവും. അല്ലാത്തവർക്ക് എന്താ? മാനമില്ലാത്തവർക്ക് എന്തോ ആവാം. മാനമുള്ളവർക്കാണ് സഹോദര ഏത് വിഷയത്തിലും പ്രയാസം. മാനമുള്ളവർക്കാണ് അത് ഇടിഞ്ഞു പോകുന്നതിന്റെ പേടിയുണ്ട്. ചില ആളുകൾക്ക് എത്ര വലിയ തെറ്റ് ചെയ്താലും അത് പത്രത്തിൽ എത്ര വലിയ ഫോട്ടോ വന്നാലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. എന്താ കാരണം? അങ്ങനെ ഫേമസ് ആയല്ലോ എന്നുള്ള രൂപത്തിലാണ് അവർ. ശരിക്ക് അവിടെ ഒരു മരം മുളച്ചാലും നല്ല തണലാണ്, വെട്ടൂല, അങ്ങനെ ആളെ ഏൽപ്പിക്കൂല വെട്ടാൻ. വെട്ടി വേഗം ഒഴിവാക്കാൻ നല്ല വാളക്കുള്ള കാലാണ്. എന്നാലും അതൊരു തണലായി കാണും. എത്രയോ ആളുകളുണ്ടല്ലോ അങ്ങനെ, യാതൊരു മടിയുണ്ടാവും ഒരു കാര്യത്തിൽ. ഇവിടെ അങ്ങനെയല്ല. മറിയം ബി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്തെങ്കിലും പറയുന്നതിൽ അപമാനിതയാകുന്നതിൽ വല്ലാത്ത ഭയമുണ്ട്. പാവം എന്തായിരുന്നാലും ഗർഭം ധരിച്ച് ഇനി പ്രസവിക്കാണ്. അവർ എന്ത് ചെയ്തു അറിയോ? വല്ലാത്ത വിഷമമുണ്ട്. തൽക്കാലം അവിടുന്ന് മാറിയിട്ട് ഒരു ഉണങ്ങിയ ഈന്തപ്പരന്റെ അരികെ പോയി അവിടെ പോയി. അല്ലാഹു തന്നെ പറയുന്നത് ഫഅജാഅഹൽ മഖാദു ഇലാ ജിദ്ഇൻ നഖ്ല ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പാവം ഭക്തയായ പെണ്ണിനെ മാനസിക വിഷമം നോക്കും. പ്രസവവേദന അവരെ ഒരു ഈന്തപ്പരന്റെ അരികെത്തിച്ചു. അങ്ങനെ അവരാകെ ടെൻഷൻ. ഒന്ന്, സഹായിക്കാൻ ആരുമില്ല. രണ്ട്, വെള്ളമില്ല. മൂന്ന്, ഭക്ഷണമൊന്നുമില്ല. നാലാമത്തത്, ഇനി ഒരു കുട്ടി ഇതാണ് പ്രസവിച്ച് കഴിഞ്ഞാൽ തന്നെ ആളുകൾ എന്തൊക്കെ പറയാ. അപ്പൊ അവര് പറഞ്ഞു പോയി എന്ത്? യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ, പടച്ചോനെ ഞാൻ ഇതിനു മുമ്പ് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുകൊണ്ടല്ല അങ്ങനെ ഒരു വർത്താനം. ചെറിയ പ്രശ്നം വരുമ്പോ തന്നെ പറയും. ചില പെണ്ണുങ്ങളൊക്കെ പറയും ഇതിലേറെ നല്ലത് മരിക്കുകയാണ്. നമ്മൾ ചോദിക്കുക എന്തെങ്കിലും പ്രശ്നം? കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ഗ്യാസ് തീർന്നതായിരിക്കും. ഭർത്താവ് ആകെ ഗ്യാസ് കൊണ്ട് ഇടങ്ങാറായി നടക്കായിരിക്കും, മറ്റേ ഗ്യാസാണ്. അത് ഇതിലേക്ക് നടക്കാൻ വലിയ വകുപ്പുണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. പണ്ടും സഹോദര ഒരു വീട്ടില് പിന്നെ സാധാ അടുപ്പുണ്ടാവും, അതിന്റെ പുറമെ മുറ്റത്ത് വേറൊരു അടുപ്പുണ്ടാവും. ഇനി അതിന്റെ പുറമെ കറണ്ടിന്റെ അടുപ്പ് വേറെ ഉണ്ട്, അതിന്റെ പുറമെയാണ് ഗ്യാസിന്റെ അടുപ്പ്. അപ്പൊ ഈ ഗ്യാസ് തീർന്ന് ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളെ ചിലപ്പോ പുതിയ കുറ്റി അവിടെ വരും. അപ്പൊ അങ്ങനെ പിടിച്ച സാധനം. എന്നാൽ പോലും ഒരു ദിവസം അതില്ലാതെ എന്താ ചെയ്യാ? ഗ്യാസിനോട് ഭയങ്കര ബന്ധം, മൊബൈലിനോട് വലിയ ബന്ധം. ചില കാര്യങ്ങളൊക്കെ കാറ്റിന് തുണിമുപ്പായും പാറിപ്പോയാലും അപ്പൊ പോയിക്കോട്ടെ എന്ന് പറയും, മൊബൈൽ ഓടൂല. തമാശ പറയില്ല. ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് ഉത്തരവാദപ്പെട്ട ആളുകൾ സ്ത്രീകളോടൊക്കെ പറയും, എന്ത് പോയാലും പാസ്പോർട്ട് പോകരുത് കേട്ടോ, ഇവരവിടെ ഇവിടെയൊക്കെ മറന്നു വെക്കും. അതുകൊണ്ട് ആകെ ഇടങ്ങാറാവും. എന്നതുപോലെ അതിലേറെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അവ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വരെ ഇപ്പൊ എന്ത് ചെയ്യും? മരിക്കാൻ നല്ലത് എന്നൊക്കെ പറയും. അങ്ങനെ കേട്ടാ തോന്നിപ്പോ എല്ലാ നിലക്കും റെഡി ആയിട്ടുണ്ട്, അവിടെ എത്തിയാക്കാൻ നല്ല സുഖ. ഗ്യാസിനൊന്നൊരു കുറവുണ്ടാവില്ല, കവറിലെത്തിയാ തോന്നിപ്പോ. പാവം മറിയം ബി റളിയല്ലാഹു അൻഹ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഈ വിഷമം കൊണ്ടാ. ഞാനിതിനു മുമ്പ് മരിച്ചിരുന്നെങ്കിൽ വകുന്തു നസിയം മൻസിയാ, ഞാൻ പാടെ വിസ്മരിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ കാര്യം തന്നെ എല്ലാവരും മറക്കുന്നൊരവസ്ഥ. നീ എന്തൊക്കെയാ വരാൻ പോകുന്നത്? പാവം നിഷ്കളങ്കയായി അള്ളാന്റെ പരീക്ഷണ. അങ്ങനെ പ്രസവം നടന്നു. വെള്ളം വേണ്ടേ? ഈ പ്രസവിച്ച സ്ഥലത്ത് കുറച്ച് താഴെ ഒരു ചെറിയ, നമ്മൾ തോട് എന്നൊക്കെ പറയും, ചെറിയൊരു അരുവി പോയ സ്ഥലമുണ്ട്, വെള്ളമല്ല, പറ്റി കിടക്കും. ഉണങ്ങിയ ഈന്തപ്പനന്റെ അടുത്തായി നിൽക്കുന്നത്. ഉടനെ തന്നെ അള്ളാഹ് പറയുന്നു, ഫനാദാഹാ മിൻ തഹ്തിഹാ, അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് വിളിച്ചു അവരെ. അള്ളാഹ് വിളിച്ചു. അള്ളാഹ് വിളിച്ചു എന്നാൽ മലക്ക് മുഖേന വിളിച്ചു എന്നാണ്. മറിയം ബീവി ജന്മം നൽകി. ആർക്ക്? ഒരു കുട്ടിക്ക് ജന്മം നൽകി. അതാണ് ഈസ അലൈഹിസ്സലാം. സഹോദര, നല്ല ചെറുചെറുക്കുള്ള ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. ആ സന്ദർഭത്തിൽ നാം അവരെ വിളിച്ചു, അല്ലാ തഹ്സനീ ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ വഹുസീ ഇലൈകി ബിജിസ്ഇൻ നഖ്ല തുസാഖിതു അലൈകി റുതബൻ ജനിയാ.
നാം അവരെ വിളിച്ചു പറഞ്ഞു, അല്ലാ തഹ്സനി, ദുഃഖിക്കണ്ട മറിയം, അങ്ങ് ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, അങ്ങ് ഒരിക്കലും ദുഃഖിക്കണ്ട. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, അങ്ങയുടെ താഴ്ഭാഗത്ത് നാം ഒരു അരുവിയെ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കൂ. മറിയം ബീവി ഇങ്ങനെ നോക്കുമ്പോ നേരത്തെ വറ്റി വരണ്ട് കിടക്കുന്ന അരുവിയിലൂടെ ആ വെള്ളം പോകുന്നു. പ്രസവം കഴിഞ്ഞതാണ്. കുളിക്കണം, കുട്ടിയെ കുളിപ്പിക്കണം, കുടിക്കാൻ വെള്ളം വേണം, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണം. അൽഹംദുലില്ലാഹ് ഇഷ്ടം പോലെ വെള്ളം. ഈ ഭക്ഷണമല്ലേ വേണ്ടത്. വഹുസീ ഇലൈകി ബിജിദ്ഇൻ നഖ്ല, അങ്ങയുടെ അരികിലുള്ള ആ ഈന്തപ്പനയെ അങ്ങൊന്ന് പിടിച്ചു കുലുക്കൂ, അങ്ങയിലേക്കൊന്ന് അടുപ്പിക്കൂ. തുസാഖിതു അലൈകി റുതബൻ ജനിയ, നല്ല മൂത്തുപഴുത്ത പാകമായ ഈത്തപ്പഴങ്ങളെ അത് അങ്ങേക്ക് നൽകുന്നതാണ്, വീഴ്ത്തി തരുന്നതാണ്. മറിയം റളിയല്ലാഹു അൻഹ ഉണങ്ങിയ ഈന്തപ്പന ഒന്നിന് കുലുക്കി. തൽസമയം ആ സ്പോട്ടിൽ വെച്ച് അത് പച്ച പിടിച്ചെന്ന് വന്നിട്ട് പെട്ടെന്ന് നല്ല മൂത്ത് പടുത്ത നല്ല പാകമായ ഈത്തപ്പഴം. ഗൾഫ് പോയ ആളുകൾക്കറിയാലോ, മദീനയിലൊക്കെ ഉണ്ട് അറബികൾക്ക് നല്ല ഫ്രഷ് ഈത്തപ്പഴം കൊടുത്തിട്ട് പള്ളിയിൽ മസ്ജിദ് നബവിയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ വിതരണം ചെയ്തൊരു പോകൽ. നല്ല ഈത്തപ്പഴം മദീനയിലുള്ള അറബികൾക്കൊരു പ്രത്യേക സ്നേഹമാണ്. കാരണം റസൂലുള്ളാഹിനെ സ്വീകരിച്ച മണ്ണാണ്, ഒരു പാരമ്പര്യം കാണിക്കാൻ. മക്കത്ത് തീരല്ല എന്നല്ല, മദീനയിൽ കൂടുതൽ നല്ല ഈത്തപ്പഴം. എന്നതുപോലെ മറിയം ബീവിക്കഥ നല്ല ഈത്തപ്പഴം അൽഹംദുലില്ലാഹ് ഭക്ഷണമായി. എന്നിട്ട് പറഞ്ഞു, ഫകുലി വശ്റബി വഖർരി ഐനാ, ഓ മറിയം അങ്ങ് കുടിച്ചോളൂ, അങ്ങ് തന്നോളൂ, ഭക്ഷണം കഴിച്ചോളൂ. വഖർരി ഐനാ, കുട്ടിയെ കണ്ടിട്ട് സന്തോഷം, ആ കണ്ണിന് കുളിർമ വരുത്തിക്കോളൂ. നല്ലൊരാൺകുട്ടി, നല്ല ചുരക്കുള്ളൊരാൺകുട്ടി. ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇവിടെ. അതെന്താ? ഭക്ഷണമായി, വെള്ളായി, പ്രസവം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് റാഹത്തായി. ഇനി അവരെ മനസ്സിനാലെട്ടുന്ന ഒരു പ്രശ്നം എന്താ? ഈ കുട്ടിയെയും കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ചെന്ന ആളുകൾ വളയും, ചോദിക്കും, ഇതെങ്ങനെ ഈ കുട്ടിയെ കിട്ടിയത്? അതുകൊണ്ട് അല്ലാഹു തആല ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. അല്ലാഹു പറയുന്നു, ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ, ഇനി അങ്ങ് ജനങ്ങളിൽ നിന്ന് ഒരാളെ കാണുമ്പോ, ജനങ്ങളെ കാണുമ്പോ, എന്തായിരുന്നാലും ജനങ്ങളെ കാണും, ഈ കുട്ടി ആരുതാന്ന് ചോദിക്കും. ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ആര് എന്ത് ചോദിച്ചാലും പറയണമെന്ത്, ഞാന് കാരുണ്യവാനായ എന്റെ റബ്ബിന് വേണ്ടി ഞാൻ മൗനവ്രതം നേർച്ചയാക്കിയിരിക്കുന്നു, ഞാൻ ആരോടും ഉണ്ടൂല. അന്ന് അങ്ങനെ ഒരു നോമ്പുണ്ട്, ഇന്നതില്ല കേട്ടോ, ഇന്നതില്ല. അന്നൊരു നോമ്പാണേത്, ഞാൻ ആരോടും ഉണ്ടൂല എന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്. അതാണ് പറയാം. പിന്നെ ഇനി ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇന്നതുണ്ടെങ്കിൽ ആകെ ഇടങ്ങാറാവും. 10,000 രൂപ കടം വാങ്ങിപ്പോയി പിന്നെ ഓനെ കാണുമ്പോ, അല്ല ഇജ്ജാ പൈസ എന്നാ തരാ, ഞാനെന്ന് ആരോട് സംസാരിക്കില്ല എന്ന് നേർച്ചയാക്കിയതാണ്. ആ കുടുങ്ങി, ഇനി ഒന്നും കൊണ്ടില്ല, അതൊരു വളവാക്കും. അതുകൊണ്ട് തന്നെ ഇന്നതില്ല, അന്നതുണ്ട്. ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ, ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ, ഞാൻ ഇന്ന് ഒരാളോടും സംസാരിക്കില്ല എന്ന് മറിയം താങ്കൾ അവരോട് പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ്, അതിന് പരിഹാരമായി. എന്ത് ചോദിച്ചാലും ഒന്നും പറയണ്ട. എന്ത് പറയാ? ഞാനൊന്നും മിണ്ടൂല എന്ന് പറഞ്ഞാൽ മതി, പിന്നൊന്നും പറയണ്ട. അങ്ങനെ മറിയം ഈ കുട്ടിയെ എടുത്തുകൊണ്ട് നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. പറഞ്ഞ പോലെ തന്നെ ചക്കരക്കട്ടയിൽ ഈച്ച പൊതിയുന്നത് പോലാണ് പൊതിഞ്ഞു ആള്. ഖുർആൻ പറയുന്നത്, ഫഅതത് ബിഹി ഖൗമഹാ ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു, ആ കുട്ടിയെയും ചുമന്നുകൊണ്ട് തന്റെ ജനതയുടെ അരികിലേക്ക് മറിയം റളിയല്ലാഹു അൻഹ ചെന്നു. ഖാലൂ, ആ സന്ദർഭത്തിൽ അവർ പറയാൻ തുടങ്ങി, യാ മറിയം ലഖദ് ജീതി ശൈഅൻ ഫരിയ, ആശ്ചര്യജനകമായ അത്ഭുതകരമായ ഒരു കാര്യവുമായിട്ടാണല്ലോ മറിയം നീ വന്നിട്ടുള്ളത്. ഏതാ മറിയമേ ഈ കുട്ടി? നിന്നാരും കല്യാണം ചെയ്തിട്ടില്ലല്ലോ. വല്ലാത്തൊരു അത്ഭുതം. ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതിയല്ലോ. പ്രത്യേകിച്ച് വല്ലാതെ സ്നേഹിച്ച, ഇപ്പൊ ഞാനിങ്ങോട്ട് ഖുർആൻ ക്ലാസ് എടുക്കാൻ വന്നതാണ് അല്ലെ, ഞാനിങ്ങോട്ട് ഖുർആൻ ക്ലാസ് എടുക്കാൻ വന്നതാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ഈ പള്ളിയിൽ ഒരു ക്ലോക്ക് കട്ടുകൊണ്ടുപോയി. ഇത് നിങ്ങൾ അറിഞ്ഞു, ആരോ മൊബൈലിൽ പകർത്തി. എന്നാ എത്രയും പെട്ടെന്ന് എല്ലാവരും അടുത്തെത്തും. ഞാൻ ഈ വിഷയം അറിഞ്ഞില്ല, ഞാൻ അടുത്ത ക്ലാസ്സിനോട്ട് വരികയാണ്, നിങ്ങൾ എന്നെ തല്ലാൻ നിൽക്കണം.
എന്തായിരിക്കും അവസ്ഥ? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചോലായിരിക്കും ഏറ്റവും കൂടുതൽ തല്ലുക. നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെ കൊണ്ടായി നമ്മൾ നന്നായിരുന്നു. എന്നിട്ട് നിങ്ങൾ എഴുതികാവിനെ നീയത്തിച്ച് പള്ളിന്റെ ക്ലോക്ക് കട്ടി തെരു അടി അടിച്ചു. അല്ലേ? വെറുപ്പുള്ള ഓൽക്കും ആ ചാൻസ് നല്ലൊരു ചാൻസ് ആയിരിക്കും. ഓല ആ പേരിൽ എന്ത് ചെയ്യുന്ന ആളാവും. അങ്ങനെ നമ്മളെ പരിപ്പെടുക്കും. എല്ലാ കാലത്തും ജുറൈജ് റളിയല്ലാഹു അൻഹു ഉണ്ടായി. അദ്ദേഹത്തെ പറ്റി വ്യഭിചാര ആരോപണത്തിന്റെ കഥ അറിഞ്ഞു. കാര്യം അറിയാതെ ആളുകൾ പോയി വലിച്ചിട്ട് അടിച്ചു. അദ്ദേഹം ആരാധിക്കുന്ന ടെന്റ് അടിച്ചു തകർത്തു. സ്വാഭാവിക. മറിയം റളിയല്ലാഹു അൻഹ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടടുത്ത് സഹോദര പള്ളിയോട് ചാരി ഒരു റൂമിൽ കഴിയുന്ന എത്ര വിശുദ്ധിയുള്ള പെണ്ണ. അപ്പൊ അതൊരു കുട്ടിയെയും കൊണ്ട് വന്നിരിക്കുന്നു. പ്രസവം കഴിഞ്ഞ് വരിക. കല്യാണോട്ട് കഴിഞ്ഞിട്ടില്ല. ആർക്കും മനസ്സിലാവില്ലേ കാര്യം? നൗലിക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ലല്ലോ. ഈ സമയത്ത് അവർ പറയാണ്, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ പെങ്ങളെ. അതായത് ആ കാലഘട്ടത്തിൽ ഹാറൂൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ആര് നല്ല ആളുകളെ കണ്ടാലും ഇതൊരു ഹാറൂന്റെ സഹോദരനാണ്. നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണിനെ പറ്റി എന്ത് പറയും? ഹാറൂന്റെ പെങ്ങളാ. ഇതുപോലെ നമ്മളൊന്ന് പറയലോ, ഓ എനിക്ക് കണ്ണിയത്ത് ഉസ്താദിന്റെ ശ്രദ്ധ പറയില്ലേ? കണ്ണിയത്ത് ഉസ്താദിന് വലിയ ശ്രദ്ധ ആയിരുന്നു ആദ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ചില ആളുകളൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തുമ്പോൾ പറയും കണ്ണിയത്ത് ഉസ്താദിന്റെ ശ്രദ്ധ. അങ്ങനെ ഒരു പ്രയോഗമായി. എന്നതുപോലെ ഹാറൂന്റെ പെങ്ങളാണെന്ന് പറഞ്ഞാൽ മറിയം ബീവിക്ക് ഹാറൂൻ എന്ന് പറഞ്ഞ ആങ്ങളുണ്ടായിരുന്നു എന്നല്ല. പിന്നെന്താ? അതങ്ങനെ ഒരു പ്രയോഗ. ആ കാലഘട്ടത്തിൽ നല്ലൊരു മനുഷ്യനാ. അത് മൂസാ നബിയുടെ ജ്യേഷ്ഠനായ ഹാറൂൻ നബി അല്ലത്, സാധാരണക്കാരനായ ഹാറൂനാണ്. അയാൾ നല്ലൊരു സദവൃത്തരിൽപ്പെട്ട നല്ലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞത് എത്ര നല്ല ആളായിരുന്നു പെണ്ണ്. മാകാന അബൂകി ഇംറഅ സൗ, നിന്റെ പിതാവ് ഒരു ചീത്ത പ്രവർത്തനം ചെയ്യുന്ന ആളായിരുന്നില്ല. വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ മാതാവ് ഹന്നത്ത് അവര് ഒരു ദുർനടപ്പുകാരിയും ആയിരുന്നില്ല. മറിയം ബീവിയുടെ ആളുകൾ പറയാണ് ഇതെങ്ങനെ ആയത്? ചില ആൾക്കാരൊക്കെ പറയില്ലേ, ഒരു കള്ളുടിനെ കണ്ട എന്റെ കടാ വല്ലിപ്പ പള്ളിക്കൊന്നും പോകാറില്ലായിരുന്നു, നീ എങ്ങനെ ഇത്ര പാരമ്പര്യം എന്റെ കുടുംബത്തിൽ, എന്റെയൊക്കെ വാപ്പ അത്ര നല്ല മനുഷ്യനായിരുന്നു. അത് നല്ലൊരു പ്രയോഗമാണ്. പക്ഷെ ചിലരിങ്ങനെ പ്രയോഗിക്കാറുണ്ട്. എന്റെ ഒരു സുഹൃത്ത് കല്യാണം ആലോചിച്ചിട്ട് ഒരു പെണ്ണെ ഒരു പുതിയാപ്പിളിനെ പറ്റി അന്വേഷിച്ചു. അപ്പോ പങ്കട്ടാരൻ പറഞ്ഞെന്താ അറിയോ? ഉഷാറാണ്, ഓന്റെ വല്ലിപ്പൊക്കെ പള്ളിക്കെന്നെ പോലില്ല, ഓന്റെ വല്ലിപ്പ പള്ളിക്കെന്ന് പോലില്ല എന്നാണ്. വല്ലിപ്പല്ലല്ലോ കെട്ടുന്നത്, അയ്യാക്ക് പാളിയതാണ്. ഇതങ്ങനല്ല, ഇത് സാധാരണ ഒരു പ്രയോഗമാണ്. എന്ത് നോക്കൂ, ഇവര് പറയാണ്, ആളുകൾ പറയാണ്, ഓ ഹാറൂന്റെ പെങ്ങളെ എത്ര നല്ല പെണ്ണാണിനി, നിന്റെ വാപ്പ ഒരു തെറ്റ് ചെയ്യുന്ന ആളായിരുന്നില്ല, നിന്റെ ഉമ്മ ഒരു ദുർനടപ്പുകാരിയുമായിരുന്നില്ല, ഇമ്രാൻ എത്ര നല്ല ആളായിരുന്നു, ഹന്നത്ത് ബീവിയും എത്ര നല്ല പെണ്ണായിരുന്നു, അവരിലുണ്ടായതാണല്ലോ മറിയം. എന്നിട്ട് നിനക്കിതാ ഒരു കുട്ടി, ഇത് അവിഹിതമായിട്ടുണ്ടായതാണ്. അപ്പൊ മറിയം ബീവി എന്ത് ചെയ്തു? പറഞ്ഞു, ഞാൻ ഒന്നും കൊണ്ടൂല, മൗനവ്രതത്തിലാണ്. നല്ല മൗനവ്രത. ഇവരെല്ലാരും കൂടി ചോദ്യം ചെയ്യാൻ വല്ലാതെ ഇവര് പറഞ്ഞപ്പോ എന്ത് ചെയ്തു അറിയോ? അള്ളാഹു പറയുന്നു, കുട്ടിയിലേക്ക് ഇഷാരത്താക്കി. ഒരഭിപ്രായ പ്രകാരം കുട്ടി തൊട്ടില് കിടക്കുകയാണെന്നാണ്, ഒരഭിപ്രായപ്രകാരം കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കാന്നാണ്. രണ്ടായാലും ഒന്നുകിൽ ഇങ്ങനെ ഇഷാർത്താക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നെഞ്ചിലേക്ക് ഇഷാർത്താക്കിയിട്ടുണ്ടാവും. അതായത് എന്നോട് ചോദിക്കണ്ട, ഞാൻ മൗനവ്രതത്തിലാണ്, വാണി കുട്ടിയോട് ചോദിച്ചോളി. അതിൽ ഇവർ കൈലാറ് ചൂടായി. ആ കുട്ടിയോട് ചോദിച്ചിട്ടെന്താ? ഇന്ന് പ്രസവം നടന്ന് ആ കുട്ടി, അങ്ങനെയുള്ള ഒരു കുട്ടിയോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞിട്ട് അത് പ്രതികരിക്കോ? فأشارت إليه قالوا كيف نكلم من كان في المهد صبيا. തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിലുള്ള ഈ കുട്ടിയോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക? സംസാരിച്ചിട്ട് എന്താ കാര്യം? ഈ സന്ദർഭത്തിൽ ഈ കുട്ടി ഇവരെല്ലാരും ഇങ്ങനെ നോക്കിയതാണ്. ഇവരാകെ പേടിച്ചു പോയി. ഒരു പേടിച്ചിട്ടുള്ളൂ, നമ്മളാണ് ഈ ബോധം കൊടുക്കും അല്ലേ? നമുക്കൊരു കുട്ടി ഉണ്ടായി, ഇന്നലെ പ്രസവം നടന്നതാ ആശുപത്രിയിൽ. ഇന്ന് ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബെഡിൽ ഇങ്ങനെ കിടത്തിക്കാണ്. കിടത്തിയ സമയത്ത് വല്യമ്മ പറയാണ്, കുട്ടിന്റെ വല്യമ്മ പറഞ്ഞു, കുട്ടിന്റെ മൂക്ക് നോക്കി, കുട്ടിയുടെ മൂക്ക് എന്റെ മൂക്ക് പോലെ തന്നെയാണ്. ഇതിന് പറഞ്ഞപ്പോ കുട്ടി വല്യമ്മ നോട്ടം,
എന്ത് വർത്താനം വല്യമ്മ ഉണ്ടാവും ഒരു വീഴലെന്ന്. എന്താ റബ്ബേ കുട്ടിക്ക് തിരിഞ്ഞ പോലെയുള്ളത്. അല്ലെങ്കിൽ ഇന്നലെ പ്രസവം കഴിഞ്ഞ് അങ്ങനെ കൊടുന്ന കുട്ടി നമ്മളിങ്ങനെ കിടത്തിക്കാണ്. ആ കിടത്തിയ സമയത്ത് ആ കുട്ടി പറയാണ്, ആ ഫാനൊന്നിടോ. എന്തൊരു ചൂടാണ് എന്ന് കുട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ സഹോദര, കുട്ടിന്റെ ഉമ്മാന്റെ അഞ്ചത്തിനും അമ്മായിമാനും ഒക്കെ മിനി ബസ് വിളിച്ച് ഒന്നായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ആശുപത്രിക്ക് ബോധം കണ്ടും കുട്ടി സംസാരിച്ച ഇവിടെ ഈ കുട്ടിയിലേക്ക് ഉമ്മ ഇഷാറത്താക്കുക, മറിയം ബീവിന്റെ വിശുദ്ധി നോക്കണം, ആ സ്ഥാനം നോക്കണം. കുട്ടിനോട് ചോദിച്ചോളൂ ആ പെണ്ണിന്റെ മഹത്തത്രേ. അപ്പൊ ഇവര് ഒച്ചപ്പാടുണ്ടാക്കാണ്. കുട്ടിയോട് ചോദിച്ചിട്ടെന്താ? അതിൽ കുട്ടി ഇവരെല്ലാരും ഒന്നും കണ്ട് നോക്കി. കുട്ടിയാണ് സംസാരിക്കാൻ തുടങ്ങി. ഇവരാകെ ആശ്ചര്യപ്പെട്ടു. കുട്ടി എന്താ പറഞ്ഞത്? എല്ലാരും പറയും ഈസാ നബി തൊട്ടിൽ കിടന്ന് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? അത് അല്ലാഹു തആല സംസാരിച്ച മാറ്റർ ഇങ്ങനെ പറയുന്നു. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാ وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. ഇതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിൽ വെച്ച് സംസാരിച്ചു. കൃത്യമായിട്ട് സംസാരിച്ചു. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് വലിയൊരു മറുപടിയാണത്. എന്താ കുട്ടി പറഞ്ഞത്? ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. എന്ത് പറയണ്ട, വാപ്പല്ല, എനിക്ക് പിതാവില്ല. അല്ലാഹു തആല റൂഹൂദിയതാ മലക്ക് മുഖേന നിന്റെ വാപ്പ അള്ളേന്നാരും പറയണ്ട. അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു വരുന്നു. ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് അല്ലാഹു തആല കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. കുട്ടി പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. ആതാനിയൽ കിതാബ്, തൊട്ടിലിൽ കടന്നിട്ട് ആ പ്രായത്തിലുള്ള ആ കുട്ടി പറയാൻ, ചോര പൈതൽ, എനിക്കെന്റെ രക്ഷിതാവ് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. വജഅലനി നബിയ്യാ, എന്നെ എന്റെ രക്ഷിതാവ് നബിയാക്കിയിരിക്കുന്നു. അപ്പോൾ തന്നെ നബിയായിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഒരു അഭിപ്രായം. അല്ല, ഞാൻ എന്തായിരുന്നാലും നബിയാകും എന്നതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചതെന്ന്. എന്തായിരുന്നാലും ഖിയാമത്ത് നാള് വന്നു എന്ന് പറഞ്ഞൊരായത്ത് വന്നിട്ടില്ല, വരുന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. നമ്മൾ ചിലപ്പോൾ യാത്ര പറയുമ്പോൾ എന്നാ ശരി ഞാൻ പോയി എന്ന് പറയും. ചില ആള് പോയിട്ടില്ല, അവന്റെ കണക്കിന് അവന് പോകും എന്ന ഉറപ്പുകൊണ്ടാണ് പോയി എന്ന് പറഞ്ഞു. എന്നാ അതിൽ ഉറപ്പൊന്നുമില്ല, പോകും. തട്ടിത്തറഞ്ഞ് വീണ് അവിടെ തന്നെ ഇരിക്കുന്നത്. ഇവിടെ അല്ലാഹു തആല പറയുന്നത്, ഈസാ നബി പറയാണ്, പറയിപ്പിക്കാൾ അല്ലാഹു ആ കുട്ടിയെ കൊണ്ട്, എനിക്ക് അല്ലാഹു ഗ്രന്ഥത്തെ നൽകി, എന്നെ അല്ലാഹു നബിയാക്കിയിരിക്കുന്നു. കളിയാക്കിയ ആളുകളൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവരാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. വീണ്ടും ഈ കുട്ടി പറയാണ്, വജഅലനി മുബാറകാ ഐനമാ കുൻത്, ഞാൻ എവിടെയാണെങ്കിലും എന്റെ രക്ഷിതാവ് എന്നെ അനുഗ്രഹീതനാക്കി. വഔസ്വാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും അല്ലാഹു എന്നോട് വസിയത്ത് ചെയ്തു. നിസ്കാരത്തിന്റെ മഹത്വം ഇത് മനസ്സിലാക്കണം. തൊട്ടിൽ കിടക്കുന്ന ഈ കുട്ടി പറയാ, എന്നോട് നിസ്കരിക്കാൻ എന്റെ റബ്ബ് വസിയത്താക്കിയിട്ട് സക്കാത്ത് കൊടുക്കാം. അതുപോലെ എന്റെ മാതാവിന് നന്മ ചെയ്യാനും. എന്റെ മാതാവിന് പിതാവില്ല, എന്റെ മാതാവിന് എന്റെ അമ്മാനങ്ങൾ വേണ്ടാത്ത പറയണ്ട. മറിയം ബീവിക്ക് വേണ്ടി സംസാരിക്കുക. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യാ, എന്നെ എന്റെ രക്ഷിതാവ് ഒരു ക്രൂരനാക്കിയിട്ടില്ല, ദുർനടപ്പുകാരനായ ഒരു ക്രൂരനാക്കിയിട്ടില്ല. ഇത് സ്നേഹമുള്ള ആളാ. ക്രിസ്ത്യാനികൾ ചിലപ്പോൾ പറയും ഈസാ നബിക്കാണ് വലിയ സ്നേഹം. ഈസാ നബിക്ക് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു മറ്റുള്ളവരോട്. അതിലേറെ ഉണ്ടായിരുന്ന സഹോദര മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് പോലും മാപ്പ് കൊടുത്തു. പല വിഷയങ്ങൾ. വസ്സലാമു അലയ്യ, വീണ്ടും ഈസാ നബി തൊട്ടിലിൽ കടന്ന് പറയുന്നു, വസ്സലാമു അലയ്യ യൗമ ഉലിതു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ, ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും പിന്നീട് ജീവനോടുകൂടെ ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എന്റെ മേലിൽ സലാമുണ്ട്.
വസ്സലാമു അലയ്യ യൗമ വുലിത്തു, ഞാൻ ജനിച്ച ദിവസം എന്റെ മേലിൽ സമാധാനമുണ്ട്. വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന ദിവസവും. വയൗമ ഉബ്അസു ഹയ്യാ, ഇനി ജീവനോടുകൂടെ ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലും ആ സന്ദർഭത്തിലും എന്റെ മേലിൽ അള്ളാഹുവിന്റെ സലാമുണ്ട്. ആര് പറയാണ്? ഈ കുട്ടി പറയാണ്. ആ കുട്ടി ഇപ്പോഴും ജീവനോടുകൂടെ ഉണ്ട് കേട്ടോ, ആകാശത്തുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, യേശുക്രിസ്തുവിനെ മറവ് ചെയ്ത സ്ഥലത്ത് ഇപ്പൊ പഠനം നടക്കുകയാണത്രേ. വിജയിക്കൂല, ആളുണ്ടെങ്കിലല്ലേ, ഉണ്ണിണ്ടായിട്ടല്ലേ ഉണ്ണിക്ക് പിറന്നാള്. അങ്ങനെ ഒരാളെവിടെ മറവ് ചെയ്താലല്ലേ സഹോദര പരിശോധന നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു തുമ്പ് കിട്ടൂല. എന്തുകൊണ്ട്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പൊ ആകാശത്താ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പൊ ആകാശത്താ. എല്ലാവരും സംശയിക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായിട്ട് പറയുന്നുണ്ട് ആ കാര്യം. വളരെ വ്യക്തമായിട്ട് ഞാൻ വിശാലമായിട്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം, സമയമല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്താ. ജൂതന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശനിയാഴ്ചയായിരുന്നു പ്രധാനപ്പെട്ട ദിവസമാക്കിയത്. ഈസാ നബി വന്നപ്പോ അത് ഞായറാഴ്ചയിലേക്ക് മാറ്റി. അത് ജൂതന്മാർക്ക് പറ്റിയില്ല. ഒലാകെ പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ വലിയ ശത്രുത ഉണ്ടായി. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ കൊട്ടേഷൻ കൊടുത്തു. ഈസാ നബിയെ കാണാത്ത ആളുകളാണ് ഈസാ നബിനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയത്. അങ്ങനെ ഈസാ നബിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ഒരാളെ വില കൊടുത്ത്, ചാരപ്പണിക്ക് വില കൊടുത്തു വാങ്ങി. അങ്ങനെ അദ്ദേഹത്തെ അല്ലാഹു തആല ഈസാ നബിയുടെ കോലമാക്കി മറിച്ചു. കൊട്ടേഷൻ സംഘം അയാൾ എന്ത് ചെയ്തു? കൊന്നു. ഈസാ നബിനെ ആകാശത്തേക്ക് ഉയർത്തി. ഈസാ നബിയെ ക്രൂശിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടില്ല എന്ന് അല്ലാഹു തആല 1-2 ആയത്തുകളിലൂടെ ഖണ്ഡിതമായിട്ട് പറയുന്നു. ആകാശത്തേക്ക് ഉയർത്തി. മിഅ്റാജിന്റെ യാത്രയിൽ അല്ലാഹുവിന്റെ തിരുദൂതർ ഈസാ നബിയെ കണ്ടു. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. അന്ന് ഈസാ നബി പഠിപ്പിച്ചതാണ് നമ്മുടെ നബിയെ, ഞാൻ വരുന്ന ദിവസം ഒരു വർഷം പോലെയായിരിക്കും, പിറ്റത്തെ ദിവസം ഒരു മാസം പോലെയാകും. ഒരു ദിവസത്തിന് ഒരു മാസത്തെ ദൈർഘ്യം ഉണ്ടാകുന്നു. മൂന്നാമത്തെ ദിവസം ഒരു ദിവസത്തിന് ഒരു ആഴ്ചയുടെ ദൈർഘ്യം ഉണ്ടാകും. ഈ കാര്യം നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു അത്രേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഈസാ നബി ഇറങ്ങി വരുന്ന ദിനം അത് ഒരു വർഷത്തെ ദൈർഘ്യം ഒരൊറ്റ ദിവസത്തിനുണ്ടാകുമ്പോ അന്ന് ഞങ്ങൾ 5 നേരം നിസ്കരിച്ചാൽ മതിയോ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, പോരാ, അന്ന് ഒരു ദിവസം നിങ്ങൾ ഒരു കൊല്ലത്തെ നിസ്കാരം നിർവഹിക്കേണ്ടി വരും. ഒരു കൊല്ലത്തെ നീളമുണ്ടാകും. അതുകൊണ്ട് കണക്കുകൂട്ടി ഒരു കൊല്ലത്തെ നിസ്കാരം ഒരു ദിവസം വേണ്ടി വരും. രണ്ടാമത്തെ ദിവസം ഒരു മാസത്തെ നിസ്കാരവും അടുത്ത ദിവസം ഒരാഴ്ചയിലെ നിസ്കാരവും വേണ്ടി വരും. അപ്പോൾ ഈസാ നബി ഇറങ്ങി വരാൻ ഇവർക്ക് വായിച്ചത് ആർക്ക്? ഖാദിയാനികൾക്ക്. അവർ പറയുന്നത് ഈസാ നബി അന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് മരിച്ചു, കശ്മീരിൽ അവരെ മറവ് ചെയ്തു. അത് വേറൊരു പൊട്ടത്തരം. എന്നിട്ട് ഈസാ നബി വരും എന്ന് പറഞ്ഞത് ഈസാ നബിന്റെ കോലത്തിൽ ഒരാൾ വരുന്നാണ്. അതിപ്പോ വന്നു. അതാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. എന്താ ചെയ്യാ? ഓരോ വട്ട് പറഞ്ഞാൽ അയാളാണെങ്കിൽ തലക്ക് ഒളിവില്ലാത്ത ഒരാളായിരുന്നു. അത്ര എണ്ണ തേക്കുന്നുണ്ട് സ്വപ്നം കാണാൻ വേണ്ടിയിട്ട്. വലത്തെ കാലമിലെ ചെരുപ്പ് ഇടത്തെ കാലിലിട്ട് നടന്നിരുന്നു. അങ്ങനത്തെ ഒരാളാണ്. ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോ ആളെ കിട്ടിയത്. അയാൾ തന്നെയാണ് ഈസാ എന്ന് പറഞ്ഞു. അയാൾ തന്നെയാണ് മഹ്ദി എന്ന് പറഞ്ഞു. ഒരു പിടുത്തൂല്ല എന്തൊക്കെ പറയുന്നത്. പാളിപ്പോയതാ. ഏതായിരുന്നാലും നോക്കും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിയിൽ കിടന്ന് സംസാരിക്കാൻ അവസാനം അദ്ദേഹം പറഞ്ഞതെന്താ? ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, അല്ലാഹുവാണ് എന്റെ റബ്ബ്, നിങ്ങളുടെയും റബ്ബ്. അതുകൊണ്ട് ഫഅ്ബുദൂ, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണേ. അതാ സിറാത്തും മുസ്തഖീം, അതാണ് നേരായ വഴി, അതാണ് സ്ട്രൈറ്റ് പാത്ത്, അതാണ് ദ്രുജുവായ പാത, യഥാർത്ഥ വഴി അതാണ്, സൽഫാന്താവതാണ് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിൽ കിടന്ന് സംസാരിച്ചുവെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ മറിയം റളിയല്ലാഹു അൻഹയുടെ മഹത്വം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ മറിയം ബിയെ പരിഹസിച്ച ആളുകൾ ക്ഷമ ചോദിച്ചു. കുട്ടിയല്ലേ സംസാരിച്ചത് കാര്യങ്ങൾ. അങ്ങനെയുള്ള ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹ, അവരെ പറ്റി അല്ലാഹു പറഞ്ഞത് തന്നെ എന്താ? അല്ലത്തി അഹ്സനത് ഫർജഹാ, അവർ അവരുടെ ലൈംഗികാവയവത്തെ വല്ലാതെ സൂക്ഷിച്ചവരായിരുന്നു. ഞാൻ പറയുന്നത് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാ. ഇന്നത്തെ കാലത്തെ സ്ത്രീ വർഗം സമൂഹം ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എയ്ഡ്സ് എന്ന മാരകമായ രോഗം സഹോദരായി ഇവിടുന്ന് മാറ്റാമായിരുന്നു. ഇന്ന് ഈ എയ്ഡ്സ് എന്ന രോഗം അത് വല്ലാതെ പടർന്നു പിടിക്കുക. അത് ചായയിലൂടെയോ സമൂസയിലൂടെയോ വരുന്ന സംഗതിയല്ല. അത് സഹോദര വ്യഭിചാരത്തിലൂടെ പകരുന്ന ഒന്നാണ്.
വ്യഭിചാരം യഥേഷ്ടം നടക്കുമ്പോൾ പിന്നെ എയ്ഡ്സിനും മരുന്ന് തേടി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? വ്യഭിചാരം നിർത്താനുള്ള പണിയുണ്ടോ? അതില്ല, അതിനുള്ള നിയമങ്ങളില്ല. ഇതാണ് സ്ത്രീകളെ ബാധിക്കുന്ന വലിയ പ്രശ്നം. ലൈംഗികാവയവത്തെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പിന്നീട് ആ പെണ്ണിനെ പറ്റി അള്ളാഹു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, വകാനത് മിനൽ ഖാനിതീൻ, ഭക്തിയുള്ളവരിലായിരുന്നു അവർ. ഭക്തിയാണ് വളരെ പ്രധാനം. ഈ ഭക്തി ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ മലപ്പുറത്ത് ചെറിയൊരു സ്ഫോടനം ഉണ്ടായി. നമ്മളെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഉത്തരവാദപ്പെട്ട ആളുകൾ കൃത്യമായ നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയിട്ട് വേഗം തെളിയിക്കണം. എന്തുകൊണ്ട്? ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നതെന്ന് പുറത്തു കൊണ്ടുവരണം. സഹോദരാ, ഇവിടെ ഹിന്ദുവിനെയും ഇവിടെ മുസ്ലിമിനെയും ഇവിടെ ക്രിസ്ത്യാനിയെയും ഇവിടെ മതമില്ലാത്തവനെയും തമ്മിൽ തല്ലിപ്പിക്കാനുള്ള പണിയെടുക്കുന്നവരുണ്ട്. കുഴപ്പമുണ്ടാക്കുന്നവർ, സമാധാനം നഷ്ടപ്പെടുത്തുന്നവർ. ആരാണ് അതിന്റെ പിന്നിൽ? മൊത്തത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ളതാണ്. സഹോദര, ഒരു മിസൈൽ മക്കയിലേക്ക് തൊടുത്തുവിട്ടു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഭീകരമായ അവസ്ഥ ആലോചിച്ച് നോക്കും. യമനിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ എത്ര സങ്കടകരമായ അവസ്ഥയാണ്. ഈമാൻ യമനിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിന്റെ പാരമ്പര്യം എന്താ? എന്നിട്ട് ആ യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ അത് സൗദി അറേബ്യക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എത്ര വലിയൊരു നാശമായിരുന്നു സംഭവിച്ചിരുന്നത്. എവിടെയും സമാധാനമില്ല. മക്ക സമാധാനമുള്ളൊരു കേന്ദ്രമാണ്. മലപ്പുറം എന്ന് പറയുമ്പോൾ അതും സമാധാനമുള്ള കേന്ദ്ര. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്തൊരു സന്തോഷമാണ് മലപ്പുറത്തേക്ക് വരാൻ. വർഗീയ കലാപങ്ങൾ ഉണ്ടാവില്ല, പൊട്ടിത്തെറികളില്ല, കുഴപ്പങ്ങളില്ല. ഇവിടെ നമുക്കൊരു സമസ്തയും ഒരു പാണക്കാട് തങ്ങന്മാരും അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ട് അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായ അവസ്ഥ. ആരോ ഇതിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരായിരുന്നാലും അത് നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ അത് ഉത്തരവാദപ്പെട്ട ആളുകൾ തെളിയിക്കണം. ഇനി അങ്ങനെ സംഭവിക്കണം. ആരായിരുന്നാലും കളികളായിരിക്കുമെന്നാണ്. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരിക്കലും സാധിക്കൂല. സഹോദര, ഏത് മതത്തിലാണെങ്കിലും ഭക്തന്മാർക്ക് അതിന് സാധിക്കൂല. കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് ഒരു ഭക്തിയുള്ള ആളുടെ അജണ്ടയിൽ ഒരിക്കലും മറ്റുള്ള ഒരാളോട്, മതത്തിന്റെ പുറത്തുള്ള ആളാണെങ്കിൽ പോലും ഒരു ഉറപ്പുണ്ടാവില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അല്ലാഹു തആല ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമാധാനം അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തായിരുന്നാലും നോക്കൂ, ആ മറിയം റളിയല്ലാഹു അൻഹയുടെ ഭക്തി, ആ ഭക്തിയാണ് മൊത്തത്തിൽ നമുക്ക് വേണ്ടത്. വകാനത് മിനൽ ഖാനിതാത്ത് എന്ന് പറയേണ്ടടുത്ത് ഖാനിതീൻ എന്നാ പറഞ്ഞത്. സ്ത്രീ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ചു. അത് തന്നെ മറിയം ബീവിയുടെ ആ ഭക്തിയുടെ പവറിലേക്ക് അത് വരൽ ചുണ്ടുന്നു എന്നാണ്. അള്ളാഹു അവരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ പെങ്ങന്മാർക്കും നമ്മുടെ പെൺകുട്ടികൾക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ സൂറത്തിന്റെ വിശദീകരണം തലാഖ് പോലെ വിവാദമുള്ള ഒന്ന് പഠിക്കണം നമുക്ക്. സൂറത്ത് തലാഖ്, അതിലൂടെ ആ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഖുർആന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിച്ചുപോയ ഉപ്പയുടെയും ഉമ്മയുടെയും പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു 101 രൂപ സഹോദരൻ നൽകിയിട്ടുണ്ട്. മരിച്ചുപോയ പിതാവിന്റെ പേരിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 200 നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ചായയും കടിയും നൽകിയ ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം. ഈ നമ്മളിൽ നിന്ന് മരിച്ചുപോയവരിലേക്ക് ദ്വാരക്കാൻ നമ്മൾ തന്നെ സഹായമൊക്കെ നൽകണം. എന്നാലേ നമുക്ക് വേണ്ടി ദ്വാരക്കാൻ നമ്മുടെ മക്കൾക്ക് മനസ്സ് അല്ലാഹു കൊടുക്കും. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. പിന്നെ നാളെ നടക്കുന്ന ശരീഅത്ത് സംരക്ഷണ റാലിയുടെ ഒരു പ്രചരണാർത്ഥം മങ്കട മണ്ഡലത്തിന്റെ പ്രചരണ ജാഥ 8 മണിക്ക് കൂട്ടിലങ്ങാടി ടൗണിൽ നിന്ന് തുടങ്ങുമെന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അതിനൊക്കെ സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. നാളത്തെ ആ ശരീഅത്ത് സംരക്ഷണ റാലി ചരിത്രത്തിലെ ഒരു വലിയൊരു സംഭവമാക്കണം. അതിനെല്ലാവരും നാളെ അസറോടുകൂടെ മലപ്പുറത്തുനിന്ന് തുടങ്ങുന്ന കുന്നുമ്മൽ നിന്ന് തുടങ്ങുന്ന റാലിയിൽ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ പ്രത്യേകം ഈ വിഷയത്തിൽ തീരുമാനമാകാൻ കാരണമാകുന്ന സുപ്രധാനമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ വേണം. നമുക്ക് നമ്മുടെ ശരീരത്തനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം അത് ഉണ്ടാകണം. അതിനുള്ള സാഹചര്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാകും. ഇന്ന് 8 മണിക്കാട്ടോ ആ പ്രചരണ ജാഥ. ഇപ്പോ 8 മണിക്കാണ് നാളത്തെ പരിപാടിന്റെ പ്രചരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم